നാരായണ 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 നാരായണ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓ ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര, ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. മാനാതീത ഗുണാകരാ സുമനസാമഗ്രേസര ശ്രീപദീ ധ്യാനാവസ്ഥിതമാനസ പരിണത പ്രജ്ഞ പ്രകൃഷ്ടാശയ നാനാശാസ്ത്ര വിശാരദ പ്രണിപതൽ ഭക്തവ്രജൈരാവൃത ജ്ഞാനാനന്ദയതീശ്വരോ വിജയതേ സൗജന്യരത്നാകര. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ ബാലകൃഷ്ണം പരം ഗുരും. വാഗീശാദ്യാ സുമനസാം സർവാർത്ഥാനാമുപക്രമേയം നത്വാ കൃതകൃത്യാ സ്യുസ്തം നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീ അക്ഷമാലാം ദദാനാം ഹസ്തേനൈകേന പദ്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ. ഭാസാ കുന്ദേന്ദുശങ്കസ്ഫടികമണിനിഭാ ഭാസമാനാ സമാന. സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്ന. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ഓം ജന്മാദ്യസ്യ യദോന്വയാദിതരതക്ഷാത്വേഷഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യദ്ധൂരയാം. തേജോ വാരിമുദാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മപ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തുശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ വരൈരീശ്വര സദ്യോ ഹൃദ്യവരുദ്ധ്യതേ പ്രകൃതിഭിः ശുശ്രൂഷുഭിः തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം ശുഖമുഖാതമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹ കാതര ആജുഹാവാ പുത്രേതി തന്മയതയാതരവോഭിനേതുസ്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകമധ്യാത്മദീപമതിഥിതീൽസതാന്തമോന്ധം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരുമുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം.
യം ബ്രഹ്മാവരുണേന്ദ്ര രുദ്രമരുതസ്തുന്വന്തി ദിവ്യൈസ്തപേർവേദൈസാംഗപദക്രമോപനിഷദൈർഗായന്തി യം സാമകാ ധ്യാനാവസ്ഥിതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാം ബ്രഹ്മവിദുഃസുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. കോമളം പൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസ്വതാംബുരതോ മമ ഭൂതേർമഹദ്ഭിര്യൈമാ പുരോ വിഭുർനിർമായ ചേതേരമോക്ഷഭൂതുഷാഭുക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സ്വരംഗൃശിഷ്ട ഭഗവാൻ വജാംസി മേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹര ഹര നമ പാർവതീപതേ. ഹര ഹര മഹാദേവ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീകൃഷ്ണായ നമോ നമ. സജ്ജനങ്ങൾക്ക് എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം 90 ദിവസങ്ങളിലായിട്ട് നടക്കുന്ന ജ്ഞാനയജ്ഞത്തില് ഇന്ന് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ അനുസ്മരിക്കേണ്ടതായിട്ടുള്ള വിഷയം 51-ാമത്തെ അധ്യായം. മുജുകുന്ദനെ കൊണ്ട് കാലയവനെ ഭഗവാൻ വധിക്കുന്ന ആ രംഗവും മുജുകുന്ദന്റെ സ്തുതിയൊക്കെയാണ്. നിരോധം എന്നുള്ളതാണ് ലക്ഷണം. ആ മനസ്സിനെ മറ്റ് വൃത്തികളിൽ നിന്നൊക്കെ മോചിപ്പിച്ചിട്ട് ഭഗവാനിൽ തന്നെ മനസ്സ് ഏതെങ്കിലും ഒരു വസ്തുവിൽ ഏകാഗ്രമാവാണ്ട് പറ്റില്ല. ഒരു അവലംബമാണ് മനസ്സിന്. അപ്പൊ നമ്മുടെ മനസ്സ് വിഷയങ്ങളിലാണ് അവലംബിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും വിഷയ ചിന്ത മാത്രമാണ് മനസ്സിലുള്ളത്. അതിനെ മാറ്റണം. അത് മാറ്റിയിട്ട് ആ മനസ്സിനെ ഈശ്വരനിൽ ഉറപ്പിക്കുക. അപ്പൊ വിഷയങ്ങളിൽ അലിയുന്ന മനസ്സിനെ ആ വിഷയവാസനകളിൽ നിന്ന് നിവർത്തിപ്പിച്ചിട്ട് ഈശ്വരനിൽ ഉറപ്പിക്കണമെങ്കിൽ എന്ത് വേണം? നമുക്ക് മനസ്സിന് വിഷയങ്ങളോട് എങ്ങനെയാണോ ബന്ധം, അതേ ബന്ധത്തെ ഈശ്വരനോട് കൂടി ആക്കി തീർക്കണം. അതിനുള്ള മാർഗം എന്താണെന്നാണെങ്കിൽ നിരന്തരം ഭഗവത് കഥ ശ്രവണം ചെയ്യുക. ശ്രവണം എന്നുള്ളത് വലിയൊരു സാധനയാണെന്ന് നേരത്തെ പറഞ്ഞതാണ്. നമ്മൾ കേൾക്കുമ്പോൾ അങ്ങനെ, അതായത് ആ ഒരു ഭാവന ഉൾക്കൊണ്ടിട്ടാവില്ല കേൾക്കുക. പക്ഷേ ഈ ശ്രവണത്തിന് നല്ലൊരു കഴിവുണ്ട് എന്നാണ്. ആ മനസ്സിനെ ശരിക്ക് ആ ആത്മവസ്തുവിൽ ഉറപ്പിച്ചു നിർത്താനുള്ള കഴിവ് ശ്രവണം അടിസ്ഥാനമാക്കിയിട്ടാണ് വേണ്ടത്. അത് നിരന്തരം ശ്രവണം ചെയ്യുമ്പോൾ മനസ്സ് ആ ശ്രവണം ചെയ്യുന്ന കേട്ട വസ്തുവിനെ കുറിച്ച് ചിന്തിക്കുന്നതാണ്. അങ്ങനെ ആ മനസ്സ് പിന്നെ ആ വസ്തുവിനെ തന്നെ അതായത് അനുസന്ധാനം ചെയ്ത് അതായിട്ട് തീരുന്നതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഭഗവാന്റെ കഥകളെ വിസ്തരിച്ച് വർണ്ണിക്കുന്നത്. അതിൽ പൂർവാർത്ഥം കഴിഞ്ഞ് ഇപ്പോ ഉത്തരാർത്ഥമാണ്. ആ ഉത്തരാർത്ഥത്തില് നമ്മൾ കഴിഞ്ഞ ദിവസം ഉത്തരാർത്ഥത്തെ അനുസ്മരിച്ചതാണ്. അതായത് ഇവിടെ കംസൻ ശ്രീകൃഷ്ണ ഭഗവാനാൽ കൊല്ലപ്പെട്ടു. അപ്പോ കംസന്റെ ഭാര്യമാരായിട്ടുള്ള അസ്ഥിയും പ്രാപ്തിയും ആ തത്വങ്ങളെ കുറിച്ച് ഇന്നലെ നമ്മൾ കഴിഞ്ഞ ദിവസം അനുസ്മരിക്കുമ്പോഴാണ് ചില തടസ്സങ്ങൾ അതിൻ്റെ അടിയിൽ ഉണ്ടായി. അപ്പൊ അത് വേണ്ടതുപോലെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റിയില്ല. അപ്പൊ ഇവിടെ നമുക്ക് അതിനെ ഒന്ന് അനുസ്മരിച്ചിട്ട് അടുത്ത നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. അതായത് ജരാസന്ധന്റെ പുത്രിമാരാണ് അസ്ഥിയും പ്രാപ്തിയും, കംസന്റെ ഭാര്യമാരാണ്. കംസൻ അതായത് നിഗ്രഹിക്കപ്പെട്ടതോട് കൂടിയിട്ട് വൈദവ്യ ദുഃഖം കൊണ്ട് ഇനി മധുര രാജധാനിയിൽ താമസിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഈ അസ്ഥിയും പ്രാപ്തിയും മഗധരാജ്യത്തുള്ള അച്ഛന്റെ കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. പ്രതാപശാലിയായിട്ടുള്ള ജരാസന്ധൻ മക്കളുടെ ഈ ദുഃഖ ഭൂയിഷ്ടമായിട്ടുള്ള രംഗഭാവം കണ്ടപ്പോ അവിടെ വെച്ചൊരു പ്രതിജ്ഞ എടുത്തു. യാദവ വംശത്തെ നാമാവശേഷമാക്കുന്നുണ്ട് എന്ന്. അതിനു വേണ്ടിയിട്ട് സൈന്യങ്ങളെയും ആയുധങ്ങളെയും ഒക്കെ ശേഖരിക്കാനായിട്ട് തുടങ്ങി അയാൾ. അങ്ങനെ ദശമസ്കന്ധത്തിന് ഉത്തരാർദ്ധം ആരംഭിക്കുകയാണ് ഇവിടെ മുതല്. അതായത് ഈ കംസന് അല്ലെങ്കിൽ ചിത്തവിക്ഷേപങ്ങൾക്ക് കാരണമായിട്ടുള്ള രജോ ഗുണത്തെ നശിപ്പിക്കുന്നതോടെ
ഒരു സാധകനെ സംബന്ധിച്ച് ആ സാധകന്റെ ജീവിതത്തിലെ പൂർവഭാഗം അവസാനിച്ച് ഉത്തരാർത്ഥം അല്ലെങ്കിൽ പൂർവാർത്ഥം അവസാനിച്ചിട്ട് ഉത്തരാർത്ഥം ആരംഭിക്കുകയാണ്. ഈ രജോ ഗുണം അടങ്ങി സത്വഗുണം പ്രകാശിച്ചാൽ ഈ നാമരൂപങ്ങളുടെ ഈ വിക്ഷേപമൊക്കെ ഒതുങ്ങും മനസ്സിൽ നിന്ന്. മനസ്സ് ശാന്തവും നിർമ്മലവും വിശാലവുമായിട്ട് തീരും. അങ്ങനെയുള്ള അന്ധകരണം കൊണ്ട് വേണം ആത്മസ്വരൂപത്തെ അനുസന്ധാനം ചെയ്യാൻ. അപ്പൊ മനസ്സിൽ നിന്ന് രജോ ഗുണം നീങ്ങിയാൽ ആ മനസ്സ് ശാന്തമായിട്ട് തീരും. എപ്പോഴും അങ്ങനെയാണ്. ഈ രജോ ഗുണം മനസ്സ് ഇന്ദ്രിയങ്ങളിൽ ഇങ്ങനെ വ്യാപരിച്ച് ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിലൊക്കെ വ്യാപരിച്ച് ആ പോണ സമയത്ത് നമുക്ക് ഒരിക്കലും മനസ്സിന് ശാന്തി ഉണ്ടാവില്ല. അല്ലെ? ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ മനസ്സ് ആ ഇന്ദ്രിയങ്ങൾ ഒക്കെ വിഷയങ്ങളിലാണ്. അപ്പൊ നമുക്ക് എപ്പോഴെങ്കിലും ശാന്തി കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല. അപ്പൊ ആ രജോ ഗുണം അടങ്ങിക്കഴിഞ്ഞാൽ മനസ്സ് പതുക്കെ പതുക്കെ ശാന്തമായിട്ട് തീരും. ആ അന്ധകരണം കൊണ്ട് വേണം അതായത് ആത്മാവിനെ അറിയാൻ അല്ലെങ്കിൽ ആത്മസ്വരൂപത്തെ അനുസന്ധാനം ചെയ്യാം. ആ അന്ധകരണം കൊണ്ട്, രജോ ഗുണം നീങ്ങിയ അന്ധകരണം കൊണ്ട്, അല്ലെങ്കിൽ രജോ ഗുണം അടങ്ങിയ എന്ന് പറയുന്നതാവും ശരി. കാരണം ഇതൊക്കെ തൽക്കാലത്തേക്ക് അടങ്ങലേ ഉള്ളൂ. പിന്നെ ഈ ജീവനുള്ളിടത്തോളം കാലം ഈ ഗുണങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനെ അടക്കി വെക്കുക. നമ്മൾ അടക്കി ഒന്നിനെ, അതായത് കുഴപ്പമില്ലാത്ത ഗുണത്തെ ശരിയായിട്ട് പുറത്തേക്ക് പ്രകാശിപ്പിക്കുക, ബാക്കിയുള്ളതിനെ അടക്കി വെക്കുക. അങ്ങനെ വേണച്ചാലും ധരിക്കാം. അപ്പൊ ഇവിടെ ഈ ആ ശുദ്ധമായിട്ട് രജോ ഗുണം നീങ്ങിയിട്ടുള്ള അന്ധകരണം കൊണ്ട് നമ്മൾ ആത്മസ്വരൂപത്തെ അറിയാനായിക്കൊണ്ട് അല്ലെങ്കിൽ അനുസന്ധാനം ചെയ്യാൻ ശ്രമിച്ചാലും ആ സമയത്ത് നമ്മളെ ശരീരധർമ്മങ്ങൾ ഉപദ്രവിക്കാതിരിക്കണം. ഈ ശരീരത്തിൽ ഞാനെന്നും എൻ്റേതെന്നുള്ള അഭിമാനം ഉള്ളിടത്തോളം കാലം ശരീരധർമ്മങ്ങൾ നമ്മളെ പീഡിപ്പിക്കാതിരിക്കുകയില്ല. കാരണം ഞാൻ എൻ്റെ ഈ രണ്ട് ഭാവങ്ങൾ അത് ഉള്ളിടത്തോളം കാലം ഇപ്പൊ അതിനെ ചൊല്ലിയിട്ട് അനവധി ഭാവങ്ങൾ ഉണ്ടാവും. അപ്പൊ അതെ ശരീരധർമ്മങ്ങള്, ഈ ശരീരാഭിമാനം ഉള്ളിടത്തോളം കാലം അർത്ഥധാര പുത്രേഷണകളും വിട്ടുമാറില്ല. അതുകൊണ്ട് രജോ ഗുണത്തെ ജയിച്ച് അന്ധകരണ ശുദ്ധി വന്ന സാധകന് പിന്നീട് ജയിക്കാനുള്ള ഏറ്റവും പ്രബലന്മാരായിട്ടുള്ള രണ്ട് ശത്രുക്കളാണ്. ഒന്ന് ശരീരാഭിമാനവും മറ്റത് അർത്ഥധാര പുത്രേഷണകളും. അതായത് കംസനെ കൊന്ന് ബാല്യം വിട്ട് യൗവനത്തെ പ്രാപിച്ച ശ്രീകൃഷ്ണ ഭഗവാന് പ്രബലന്മാരായിട്ട് രണ്ട് ശത്രുക്കൾ ഉണ്ടായി. ഒന്ന് ജരാസന്ധൻ, മറ്റത് ശിശുപാലൻ. ശരീരാഭിമാനം തന്നെയാണ് ജരാസന്ധൻ, ശിശുപാലനാണെങ്കിൽ അർത്ഥധാര പുത്രേഷണകളും. അപ്പോ ഈ അർത്ഥധാര പുത്രേഷണകളുടെയും ശരീരാഭിമാനത്തിന്റെയും നാനാതരത്തിലുള്ള ഉപദ്രവങ്ങള്, അതിനെയൊക്കെ ജയിക്കാനുള്ള മാർഗങ്ങള്, ഇതൊക്കെയാണ് ഉത്തരാർദ്ധത്തിൽ പറയാൻ പോണത്. അസ്ഥിയും പ്രാപ്തിയും ജരാസന്ധന്റെ മക്കളാണ്, കംസന്റെ ഭാര്യമാരാണ്. അസ്ഥി എന്ന് പറഞ്ഞാല് ഇല്ലാത്തത് ഉണ്ട് എന്ന തോന്നല്. എപ്പോഴും അതാ, നമ്മൾ ഇല്ലാത്തതിനെ ഉണ്ടെന്ന് ധരിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒക്കെ അങ്ങനെയാണ്. ഉള്ളതിനെ നമ്മൾ അറിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഇല്ലാത്തതിന്റെ പിന്നാലെ പോണത്. ഉള്ളതിനെ അറിഞ്ഞാൽ പിന്നെ ഇല്ലാത്തത് എന്നുള്ള അവസ്ഥയില്ല, അത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഉള്ളതിനെ നമ്മൾ അറിയുന്നില്ല, ഇല്ലാത്തത് ഉണ്ട് എന്നുള്ള ആ ഒരു ഭാവമാണ്. അപ്പൊ അതിനെയാണ് അസ്ഥി എന്ന് പറയുന്നത്. പ്രാപ്തി എന്ന് പറഞ്ഞാല് ഉണ്ട് എന്ന് തോന്നിയതിനെ പ്രാപിക്കണം എന്നുള്ള തോന്നല്, അല്ലെങ്കിൽ അതെനിക്ക് വേണം, അത് കിട്ടണം എന്നുള്ള തോന്നല്. അപ്പൊ ഈ ശരീരാഭിമാനം കൊണ്ടാണ് ഈ രണ്ട് സങ്കല്പങ്ങൾ നിലനിൽക്കുന്നത്. ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നുന്നതും അത് കിട്ടണം എന്നുള്ള തോന്നൽ നിൽക്കുന്നതും ഈ ശരീരാഭിമാനത്തിലാണ്. അപ്പൊ ഈ സങ്കല്പങ്ങളുടെ ഈ നിലനിൽപ്പ് തന്നെ ഈ നാമരൂപങ്ങളുടെ നിരന്തര വിക്ഷേപങ്ങൾക്കും രാഗാദി വികാരങ്ങളുടെ വളർച്ചയ്ക്കും കാരണം ഈ സങ്കല്പങ്ങളാണ്. അപ്പൊ ഈ ചിത്തത്തില് വീണ്ടും വീണ്ടും പൊന്തിക്കൊണ്ടിരിക്കുന്ന നാമരൂപങ്ങളും രാഗാദി വികാരങ്ങളുമാണ് രജോ ഗുണത്തിന്റെ സ്വരൂപം. അതിനെയാണ് കംസനായിട്ട് ചിത്രീകരിച്ചത്. അപ്പൊ പിന്നെ കംസന്റെ ഭാര്യമാരെ അസ്ഥിയും പ്രാപ്തിയും തന്നെ, സംശയം വേണ്ട. അപ്പൊ ഇങ്ങനെ വികാരങ്ങള്, രാഗാദി വികാരങ്ങൾ ഇങ്ങനെ വരുമ്പോ
ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നും, അതിനെ പ്രാപിക്കണം തോന്നും. അതാണ്. അപ്പൊ ഈ ശരീരാഭിമാനമാകുന്ന ജരാസന്ധന്റെ മക്കളാണ് ഈ അസ്ഥിയും പ്രാപ്തിയും. ഭഗവാൻ കംസനെ കൊന്നപ്പോ, അല്ലെങ്കിൽ രജോ ഗുണം ഇല്ലാണ്ടായപ്പോ, അല്ലെങ്കിൽ രജോ ഗുണം അടക്കിയ സമയത്ത് അസ്ഥിക്കും പ്രാപ്തിക്കും അവലംബം ഇല്ലാണ്ടായി. രജോ ഗുണം നശിച്ചു കഴിഞ്ഞാൽ ഇല്ലാത്തത് ഉണ്ട് എന്നോ അതിനെ പ്രാപിക്കണം എന്നോ തോന്നാൻ വയ്യ. അപ്പോ രണ്ട് സങ്കല്പങ്ങളും നിരാലംബങ്ങളായിട്ട് തീർന്നു. രജോ ഗുണത്തിലാണ് അത് നിൽക്കുന്നത്. ഈ ശരീരാഭിമാനത്തിൽ നിന്നാണ് അതൊക്കെ പൊന്തി വന്നത്. അപ്പൊ അവലംബം ഇല്ലാണ്ടാകുമ്പോ ഈ അസ്ഥിയും പ്രാപ്തിയും അത് ആ ഉൽപ്പത്തി സ്ഥാനമായിട്ടുള്ള, അതായത് ഇല്ലാത്തത് ഉണ്ട്, അതിനെ പ്രാപിക്കണം എന്ന ആ രജോ ഗുണം നീങ്ങിയാൽ ആ ശരീരാഭിമാനത്തിൽ നിന്നാണല്ലോ ഇത് വരുന്നത്. ഇതിന് അവലംബം ഇല്ലാണ്ടാവും. അവലംബം ഇല്ലാണ്ടാവുന്ന സമയത്ത്, അതായത് ഇല്ലാത്തത് ഉണ്ട് എന്നും അതിനെ പ്രാപിക്കണം എന്നുള്ള ആ തോന്നലിന് അവലംബം ഇല്ലാണ്ടാവും. അപ്പൊ എന്താവും? അത് അതിന്റെ ഉൽപ്പത്തി സ്ഥാനമായിട്ടുള്ള ശരീരാഭിമാനത്തിൽ നിന്നാണ് ഇത് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അവലംബം നഷ്ടപ്പെട്ടു കഴിഞ്ഞാല് അത് എവിടെ നിന്നാണോ ഉണ്ടായത് അവിടെ തന്നെ അടങ്ങും. അതാണ് കംസപത്നിമാര് ജരാസന്ധന്റെ പുത്രികളാണ് എന്നും, ഭർത്താവ് മരിച്ചപ്പോ ആലംബം ഇല്ലാതെ ജരാസന്ധനെ തന്നെ ശരണം പ്രാപിച്ചു, ആശ്രയിച്ചു എന്ന് പറഞ്ഞതിന്റെ ചമത്കാരം. വളരെ നല്ല രീതിയിലാണ് തത്വങ്ങളെ നമ്മളെ ബോധിപ്പിക്കുന്നത്. മക്കള് വിധവകളായി വന്നപ്പോ ജരാസന്ധൻ ക്രുദ്ധനായി യാദവ വംശത്തെ ഒട്ടാകെ നശിപ്പിക്കാൻ പ്രതിജ്ഞയെടുത്തു. ഇതൊക്കെ ആധ്യാത്മിക മാർഗത്തില് കൂടുതൽ ഇറങ്ങി പ്രവർത്തിക്കും തോറും ജീവന് പലവിധ ക്ലേശങ്ങളും വർദ്ധിപ്പിക്കാൻ മായ ശ്രമിച്ചുകൊണ്ടിരിക്കും. അല്ലെ? നമുക്കൊക്കെ പറ്റുന്നതാണത്. നമ്മൾ കുറച്ച് നാമം ജപിക്കണം എന്ന് വിചാരിക്കുമ്പോൾ അതിന് വേറെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വരും. അല്ലെങ്കിൽ ഇന്നൊരു 5 അധ്യായം ഭാഗവതം വായിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിരുന്നാൽ അതിനെ തടസ്സപ്പെടുത്താൻ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ വരും. ഈ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മളെ മാറ്റിവെക്കുക ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളെയാണ്. അപ്പൊ ഇങ്ങനെ ആധ്യാത്മിക മാർഗത്തില് കൂടുതൽ ഇറങ്ങി നമ്മൾ പ്രവർത്തിക്കും തോറും ആ ക്ലേശങ്ങൾ വർദ്ധിപ്പിക്കാൻ മായ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. സംസാരത്തിലേക്ക് വീണ്ടും പിടിച്ചു വലിക്കാനുള്ള ശ്രമം മാത്രമാണത്. അതാണ് ജരാസന്ധന്റെ പ്രതിജ്ഞയൊക്കെ. പക്ഷേ ഈ ആധ്യാത്മിക ധർമ്മം, ആ ആധ്യാത്മിക ബോധം ശരിയായിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഉറച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആധ്യാത്മിക ധർമ്മം വർദ്ധിച്ചു കഴിഞ്ഞാല് പിന്നെ സംസാരത്തിലേക്ക് പിടിച്ചു വലിക്കാൻ സാധിക്കില്ല. ഇപ്പൊ ജരാസന്ധൻ പ്രതിജ്ഞ ചെയ്തു എങ്കിലും യാദവന്മാരിൽ ഒരാളെ പോലും ജരാസന്ധനെ കൊല്ലാൻ കഴിഞ്ഞോ? ഇല്ല. കാരണം അപ്പൊ ആ ഉറപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ സംസാര ബന്ധമൊന്നും, സംസാരത്തിലേക്കൊന്നും ജീവൻ വരില്ല. അതേ സമയത്ത് ജരാസന്ധന്റെ മുഴുവൻ ശക്തിയെയും ഭഗവാൻ തകർക്കുകയും ചെയ്തു. ഇതാണ് അവിടുത്തെ ഭാവം. ഇപ്പൊ ഭഗവാനാണെച്ചാല് ആ മധുരയില്, ജരാസന്ധനാണെങ്കിലോ 23 അക്ഷൗണി സൈന്യങ്ങളോടുകൂടെ ആ മധുര രാജധാനി ആക്രമിക്കാൻ തുടങ്ങി. അതിനുള്ള ആയുധബലത്തോട് കൂടിയിട്ട് ഇപ്പൊ വലിയൊരു യുദ്ധത്തിനുള്ള സന്ദർഭം നേരിടുകയാണ്. ഭഗവാൻ യാദവ സൈന്യങ്ങളെയൊക്കെ ഒരുക്കി പോർക്കളത്തിലേക്ക് പോരാൻ തുടങ്ങുമ്പോഴാണ്, നേരത്തെ പറഞ്ഞു, ധ്യാനിച്ച സമയത്ത് ആകാശത്തു നിന്ന് തേര് ആയുധങ്ങളൊക്കെ വന്നു എന്ന്. അതായത് ശരീരാഭിമാനത്തെ ജയിക്കാൻ തുടങ്ങുമ്പോൾ ഈശ്വരങ്കിൽ നിന്ന് നേരിട്ട് തന്നെ ശക്തി കിട്ടാൻ തുടങ്ങും. അപ്പൊ നമുക്ക് ശരീരത്തിന്റെ അനുഭവങ്ങളെയൊക്കെ ജയിക്കാൻ പറ്റും. ഏതായാലും യുദ്ധം തുടങ്ങി, ഭയങ്കരമായിട്ടുള്ള യുദ്ധം. അതിൽ ജരാസന്ധന്റെ സൈന്യങ്ങളെ മുഴുവൻ ഭഗവാൻ കൊന്നു. പിന്നെ ജരാസന്ധൻ തിരിച്ച് മഗധ രാജ്യത്തിലേക്ക് തോറ്റു പോവുകയാണ്. പിന്നെ അതുകൊണ്ട് നിരാശനാകാണ്ട് മഗധ രാജാവ് വീണ്ടും യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ തുടർച്ചയായിട്ട് 17 പ്രാവശ്യം 23 അക്ഷൗണി സൈന്യങ്ങളോടുകൂടി വന്ന് മധുരയെ ആക്രമിച്ചു. അപ്പോഴൊക്കെയും ഭഗവാൻ ജരാസന്ധന്റെ സൈന്യങ്ങളെയും ആയുധങ്ങളെയും മുഴുവൻ തകർത്ത് ജരാസന്ധനെ ഒറ്റപ്പെടുത്തി. അങ്ങനെ 17 പ്രാവശ്യം കഴിഞ്ഞിട്ട് നിരാശനാകാതെ 18ാമത്തെ പ്രാവശ്യവും ജരാസന്ധൻ സൈന്യങ്ങളെ ഒരുക്കാൻ തുടങ്ങി. അപ്പോഴാണ് രസകരമായിട്ടൊരു സംഭവം. യവനന്മാരുടെയൊക്കെ അധിപതി മ്ലേച്ഛ രാജാവാണ്. ഒരു യവന രാജാവ് മധുരയിൽ നിന്നും വലിയ ദൂരത്തല്ലാതെ ഉള്ള ആളാ. ശ്രീനാരദ മഹർഷി ഒരു ദിവസം അദ്ദേഹത്തെ സമീപിച്ചു.
മഗധ രാജാവായിട്ടുള്ള ജരാസന്ധന്റെയും യാദവന്മാരുടെയും ചരിത്രമൊക്കെ പറഞ്ഞു കൊടുത്തു. ഈ മഗധരാജൻ ആകെ ഒരു വിഡ്ഢിയായിട്ടാണ് നാരദൻ യവനന്റെ മുമ്പിൽ അവതരിപ്പിച്ചത് മഗധരാജാവായിട്ട് ജരാസന്ധനെ. എന്താ കാരണം? നിസ്സാരന്മാരായിട്ടുള്ള ഈ യാദവന്മാരോട് 17 പ്രാവശ്യം യുദ്ധം ചെയ്തിട്ടും തോൽക്കാനിടയായത് വലിയ ലജ്ജാകരമായിട്ടുള്ള സംഗതിയാണ്. പ്രബലനും പൗരുഷശാലിയുമായിട്ടുള്ള അങ്ങയെപ്പോലുള്ള ഒരു രാജാവിന് ആദ്യത്തെ പ്രാവശ്യം തന്നെ യാദവന്മാരെ തകർത്ത് മധുര പിടിക്കാൻ കഴിയുന്നാണ് യവനനോട് പറയുന്നത് നാരദൻ. ജരാസന്ധൻ പോയിട്ട് ജയിച്ചില്ലല്ലോ എന്നാണെങ്കിൽ ജരാസന്ധന്റെ കഴിവുകേടാണ്, അല്ലാണ്ട് യാദവന്മാരുടെ കേമത്വം കൊണ്ടൊന്നും അല്ല. ആ ജരാസന്ധന്റെ ദൗർബല്യാണ് അതിന് കാരണം. അതുകൊണ്ട് അങ്ങ് ഈ യുദ്ധത്തിനായിട്ട് ഒരുങ്ങുകയാണെന്ന് വെച്ചാൽ ശരിക്കും നിഷ്പ്രയാസം യാദവന്മാരെ ജയിക്കാനും മധുര രാജധാനിയെ കൈവശപ്പെടുത്താനും കഴിയും. അപ്പൊ ആ കൃഷ്ണനാണ് അങ്ങേക്ക് 3 കോടി സൈന്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ സൈന്യങ്ങളോട് കൂടിയിട്ട് കൃഷ്ണനെ ആക്രമിക്കുക മധുര രാജധാനിയെ. അപ്പൊ ശരിക്ക് പറഞ്ഞാല് അങ്ങ് ആ കൃഷ്ണനെയും ശരിക്ക് ജയിക്കാനുള്ള കഴിവ് അങ്ങേക്കുണ്ട്. അപ്പൊ അങ്ങേക്ക് പറ്റിയ പ്രതിയോഗി ശ്രീകൃഷ്ണൻ തന്നെ. അപ്പൊ ചോദിച്ചു, ഈ ശ്രീകൃഷ്ണനെ കണ്ട എങ്ങനെയുണ്ടാവും? അപ്പൊ ചെറിയ ചില അടയാളങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. 4 തൃക്കൈകളുണ്ട്, അതുപോലെ തന്നെ ആ ഉദിച്ചു വരുന്ന പൂർണ്ണചന്ദ്രനെ പോലുള്ള മുഖകമലം, കഴുത്തിൽ ഒരു വനമാല, അരിയുടെ നല്ലൊരു മഞ്ഞപ്പട്ട്, ഇതൊക്കെയാണ് ഏകദേശ രൂപം എന്നാണ്. ഇപ്പോ മധുരയിലെ സ്ഥിതി എന്താ? ജരാസന്ധന്റെ ആക്രമണം ഒരുവിധം അവസാനിച്ചു എന്ന് വിചാരിച്ച് സമാധാനിച്ചിരിക്കുമ്പോഴാണ് യവന രാജാവിന്റെ പുറപ്പാട്. ഇപ്പൊ ഇവിടെ ശരീരാഭിമാനത്തിനെയാണ് ജരാസന്ധനായിട്ട് ചിത്രീകരിച്ചതെന്ന് നേരത്തെ പറഞ്ഞു. ആഹാരം, നിദ്ര, രോഗം, ആരോഗ്യം തുടങ്ങിയിട്ടുള്ള ശരീരധർമ്മങ്ങളെയാണ് ജരാസന്ധന്റെ സൈന്യങ്ങളായിട്ട് വർണ്ണിക്കപ്പെട്ടിരിക്കുന്നത്. അവയെ എത്ര പ്രാവശ്യം ജയിച്ചാലും പിന്നെയും ശരീരമുള്ളിടത്തോളം കാലം വീണ്ടും പുറപ്പെട്ടുകൊണ്ടിരിക്കും അല്ലേ? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ മതി തോന്നും, കുറച്ചു കഴിഞ്ഞാൽ വീണ്ടും വേണം തോന്നുന്നില്ലേ? അതുപോലെ തന്നെ ഒരിക്കൽ അതായത് ഒരു കുറച്ചു നേരം ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞാൽ വീണ്ടും എഴുന്നേറ്റ് പിന്നെ അടുത്തും ഉറങ്ങണം എന്നായിട്ടുള്ള തോന്നല്. അപ്പൊ രോഗാവസ്ഥ, ശരീരത്തിന് ആരോഗ്യാവസ്ഥ, ഇതൊക്കെ വന്നും പോയും ഇങ്ങനെ എപ്പോഴും തുറന്നുകൊണ്ടിരിക്കും ഈ ശരീരത്തില്. അവ എത്ര പ്രാവശ്യം ജയിച്ചാലും പിന്നെയും അത് ശരീരം ഉള്ളിടത്തോളം കാലം വീണ്ടും വീണ്ടും പുറപ്പെട്ടുകൊണ്ടിരിക്കും. അതാണ് അനവധി പ്രാവശ്യം ജരാസന്ധന്റെ സൈന്യങ്ങളെ കൊന്നൊടുക്കി എന്ന് പറഞ്ഞതിന്റെ രഹസ്യം. അങ്ങനെ തന്നെ ശരീരത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ദുരിതത്തിന്റെ സമുച്ചയത്തെയാണ് ഇവിടെ യവന രാജാവായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ യവനനെ എങ്ങനെ കൊല്ലാൻ പറ്റുള്ളൂ? അതാണ് ഇനി നമുക്ക് അടുത്ത അധ്യായത്തിൽ, ഈ വരുന്ന അധ്യായത്തിൽ പറയാനുള്ളത്. ഉറങ്ങിക്കിടക്കുന്ന പൗരുഷം കൊണ്ട് വേണം അതിനെ ജയിക്കാൻ. അതാണ് മുജുകുന്ദനെ കൊണ്ട് യവനനെ കൊല്ലിക്കുന്നത്. നോക്കിയ മതി ദഹിച്ചു പോകുന്ന അതാണ്. ഈ ജ്ഞാനം ഉണ്ടായാൽ മതി, അജ്ഞാനം നശിക്കാൻ പ്രയാസമൊന്നുമില്ല. ജ്ഞാനത്തിന്റെ മുമ്പിൽ അജ്ഞാനം നിൽക്കില്ല, അത് അപ്പം ഇല്ലാണ്ടാവുന്ന അല്ലെ? വെളിച്ചം വന്നു കഴിഞ്ഞാൽ ഇരുട്ട് അപ്രത്യക്ഷമാകും, ഇരുട്ട് പിന്നെ ഇല്ലല്ലോ. അപ്പോ നോക്കിയ മതി യവനം ദഹിച്ചു പോകും. പക്ഷെ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് ആ ഞാൻ ആരാണ് എന്നുള്ള അറിവോട് കൂടിയിട്ടുള്ള പൗരുഷം കൊണ്ട് മാത്രമേ ഈ യവനനെ നശിപ്പിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെയാണല്ലോ മുജുകുന്ദ രാജാവ് യവനെ സംഹരിക്കുന്നതും. ഏതായാലും ഇപ്പോ യവന രാജാവ് യുദ്ധത്തിന് വന്നപ്പോ എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാണ്ട് യാദവ സൈന്യം ഒന്ന് പരിഭ്രമിക്കുന്നുണ്ട്. അതായത് അവരെന്താ പേടിക്കുന്നത്? ഒരു ഭാഗത്ത് യവന സൈന്യങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ മറുഭാഗത്ത് കൂടെ ജരാസന്ധനും സൈന്യങ്ങളും വന്നാൽ എന്താ ചെയ്യുക? എന്താണ് അവരുടെ പരിഭ്രമം. അതിന്റെ നിവൃത്തിയായിട്ടാണ് ഭഗവാൻ പെട്ടെന്ന് ദ്വാരകയെ നിർമ്മിച്ച് മധുരയിലുള്ള എല്ലാ ജനങ്ങളെയും അവിടത്തേക്ക് മാറ്റിയത്. ഏതാ ഈ ദ്വാരക? സുഖത്തിന്റെ ദ്വാരം എന്നാണ്. മനുഷ്യ ശരീരം തന്നെയാണ് ദ്വാരക. ശിരസിലെ ദ്വാരമുള്ള ശരീരം എന്ന അർത്ഥത്തിലാണ് ദ്വാരക എന്ന ശബ്ദം. ശിരസിൽ ദ്വാരമുള്ള ശരീരം മനുഷ്യ ശരീരം മാത്രമാണ്. അത് സ്വർഗത്തേക്കാൾ എത്രയോ മനോഹരവും ദിവ്യാണ് ദ്വാരക. അവിടെ വിശപ്പ് ദാഹം ഉണ്ടാവില്ല. സുധർമ്മ എന്ന സഭ ഇന്നലെ പറഞ്ഞതാണ് അതിന്റെ കാര്യങ്ങളൊക്കെ. അപ്പൊ സ്വർഗത്തെക്കാളും ഉത്കൃഷ്ടമാണ് ദ്വാരക. എന്താ അതിന്റെ അർത്ഥം? മനുഷ്യ ശരീരം ദേവശരീരത്തെക്കാളും ശ്രേഷ്ഠവും ദിവ്യവുമാണ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെയൊക്കെ ദിവ്യമായിട്ടുള്ളതാണെങ്കിലും അതിന്റെ നിലനിൽപ്പ് എവിടെയാ? സമുദ്രത്തിന്റെ മധ്യത്തിലാ. സംസാര സമുദ്രത്തിന്റെ മധ്യത്തിലാണ്, അല്ലാണ്ട് ഉപ്പു സമുദ്രത്തിലല്ല. വിശ്വകർമാവാണ് ദ്വാരകയെ സൃഷ്ടിച്ചത്. അതായത് പ്രപഞ്ചത്തിൽ ബാക്കിയെല്ലാം സൃഷ്ടിച്ച വിശ്വസ്രഷ്ടാവ് തന്നെയാണ് മനുഷ്യ ശരീരത്തെയും സൃഷ്ടിച്ചത് എന്നാ പറഞ്ഞത്. ഭഗവാൻ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ഉടനെ അത് സമുദ്രത്തിലാണ്ട് പോകുന്നതാണ്.
അങ്ങനെയാണല്ലോ കഥ വരുന്നത്. അതായത് ആത്മാവ് വേറിട്ട് കഴിഞ്ഞാല് താമസിയാതെ ഈ ശ്രേഷ്ഠമായിട്ടുള്ള മനുഷ്യ ശരീരവും സംസാരത്തിലേക്കാണ്ട് പോകും. അങ്ങനെയുള്ള വിശ്വവന്ധ്യവും അത്യന്തം ദിവ്യവുമായിട്ട് ദ്വാരകയിലേക്ക് തന്റെ ജനങ്ങളെ മുഴുവൻ മാറ്റി എന്ന് പറഞ്ഞാല് മനുഷ്യത്വത്തെ മുഴുവൻ ഉപയോഗപ്പെടുത്തി എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അത് കഴിഞ്ഞ് ഇനി ആ യവന രാജാവിന്റെ കഥയിലേക്കാണ് കിടക്കുന്നത്. ഇതാണ് ഇത്രയും ആ നേരത്തെ പറഞ്ഞ അധ്യായത്തിന്റെ ആ താത്വികമായിട്ടുള്ള വശം. ഇനി നമുക്ക് ആ മുജുകുന്ദനെ കൊണ്ട് കാലയവനനെ ഏത് തരത്തിലാണ് ഭഗവാൻ വധിക്കുന്നത് എന്ന് ഉള്ള ആ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാം. 51-ാമത്തെ അധ്യായം. തം വിലോക്യ വിനിഷ്ക്രാന്ത മുജ്ജിഹാന വിവോടുപം ദർശനീയതമം ശ്യാമം പീതകൗശേയ വാസസം. ശുഗമഹർഷി പറയുകയാണ്, ഞാൻ ഭഗവാന്റെ മഹാത്മ്യങ്ങളെ ഒന്ന് വർണ്ണിക്കുക. അതായത് കഴിഞ്ഞ ദിവസം യവനൻ വരുന്നത് കണ്ടപ്പോ ഭഗവാൻ ആയുധമൊന്നും കൂടാണ്ട്, കാരണം സ്വജനങ്ങളെ മുഴുവൻ ദ്വാരകയിലേക്ക് മാറ്റി താമസിപ്പിച്ചു. തന്റെ യോഗപ്രഭാവം കൊണ്ടാണ് ദ്വാരകയിലേക്ക് മാറ്റിയത്. ബലരാമനെ ദ്വാരകയിലെ സംരക്ഷണ ചുമതല ഏൽപ്പിച്ചു. ആയുധങ്ങളൊന്നും കൂടാണ്ട് മധുരയിൽ ഇങ്ങനെ വരികയാണ്. അപ്പോഴാണ് യവനന്റെ വരവ്. യവനന്റെ മുന്നിലൂടെ ഭഗവാൻ നിരായുധനായിട്ട് ഒന്ന് വേഗത്തിൽ നടക്കുകയാണ്. അപ്പൊ യവനൻ നോക്കി കൃഷ്ണനെ കണ്ടു. കൃഷ്ണനെ കണ്ടപ്പോൾ നാരദ മഹർഷി പറഞ്ഞു കൊടുത്ത ഏകദേശ രൂപഭാവങ്ങളൊക്കെ ഉണ്ട്. 4 കൈകളുണ്ട്, അല്ലെങ്കിൽ 2 കൈകള്. ഇപ്പോ തന്റെ ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന മുഖം, കഴുത്തില് വനമാല, അരിയിൽ ഒരു മഞ്ഞപ്പട്ട്, ഇതൊക്കെ കണ്ടു. അപ്പൊ മനസ്സിലായി ഇത് ശരിക്ക് നാരദൻ പറഞ്ഞു തന്ന കൃഷ്ണൻ തന്നെയായിരിക്കും. ഇനി ആ രൂപത്തെ ഒന്നിവിടെ വർണ്ണിക്കുകയാണ്. ശ്രീവത്സവക്ഷ സംഭാജൽ കൗസ്തുഭാമുക്തകന്ധരം മൃദുദീർഘ ചതുർബാഹും അവകഞ്ചാരുണേക്ഷണം നിത്യപ്രമുദിതം ശ്രീമൽ സുഖബോലം സുജിസ്മിതം മുഖാരവിന്ദം വിഭ്രാണം പുരന്മകരകുണ്ടലം. ശരിക്ക് പറഞ്ഞാല് ഭാഗ്യവാനാണ് ഈ മുജുകുന്ദൻ, അതായത് യവനൻ. കാരണം ഭഗവാന്റെ ആ രൂപത്തെ ഇങ്ങനെ മനസ്സിൽ നാരദ മഹർഷി പറഞ്ഞു കൊടുത്ത അന്ന് മുതൽ അനുസന്ധാനം ചെയ്ത് അതിനെ ഇപ്പൊ ഒരു നിഴല് പോലെ ആയിട്ടാണെങ്കിലും തന്റെ മുമ്പിലൂടെ അത് പോണത് കാണാനും ഇടയായി. അപ്പൊ ഭാഗ്യവാൻ തന്നെയായി. അതായത് മാറിടത്തില് ശ്രീവത്സം, തിളകുന്ന കൗസ്തുഭം, അതുപോലെ തന്നെ ഉരുണ്ട് നീണ്ടിരിക്കുന്ന 4 തൃക്കൈകള്, ഉടർന്ന താമരപ്പൂ പോലുള്ള എപ്പോഴും സന്തോഷം, ശ്രീമത്തായിട്ടുള്ള ആ കവിൾത്തടങ്ങള്, ശുദ്ധമായിട്ടുള്ള മന്ദഹാസം, പ്രകാശിക്കുന്ന മകരകുണ്ടലങ്ങളോടിരിക്കുന്ന കൃഷ്ണനെ കാലയവനം കാണുകയാണ്. അപ്പൊ മനസ്സിലായി വാസുദേവോ ഹേമിതി പുമാൻ ശ്രീവത്സലാഞ്ജന. അപ്പൊ ഇത് വാസുദേവനാണ് എന്ന് അത് ഈ യവന് മനസ്സിലായത് നാരദന്റെ ഉപദേശം കൊണ്ടാ. അപ്പൊ ഈശ്വരനെ ഒരു ജീവന് കാണണമെങ്കിൽ ഗുരുനാഥന്റെ തുണ ഉണ്ടാവണം, അല്ലെങ്കിൽ ഗുരുനാഥന്റെ സഹായം ഉണ്ടാവണം. അപ്പൊ ഇവിടെ വാസുദേവനാണ്. വാസുദേവോ ഹേമിതി പുമാൻ ശ്രീവത്സലാഞ്ജന ചതുർഭുജോരവിന്ദാക്ഷോ വനമാല്യാതി സുന്ദര ലക്ഷണൈ നാരദ പ്രോക്തൈ നാന്യോ ഭവിതുമരിഹതി നിരായുധ ചരൻ ബദ്ധ്യാം യോജ്ഞേന നിരായുധ. ഇപ്പൊ ഇവിടെ ശ്രീവത്സം എന്ന മറുകോട് കൂടിയവനും ചതുർഭുജനും അരവിന്ദാക്ഷനും വനമാല ധരിച്ചവനും അതിസുന്ദരനുമായിട്ടുള്ള ഈ പുരുഷൻ ശ്രീനാരദ മഹർഷി പറഞ്ഞു തന്ന ആ ലക്ഷണങ്ങളെ കൊണ്ട് വസുദേവപുത്രനായിട്ടുള്ള കൃഷ്ണൻ തന്നെയാണ്, ഇത് വേറൊരാളായിരിക്കാൻ വഴിയില്ല. ഇപ്പൊ തന്റെ മുമ്പിൽ ആയുധമൊന്നും കൂടാണ്ട് കാൽനടയായിട്ട് സ്പീഡിലാണ് നല്ല വേഗത്തിൽ സഞ്ചരിക്കുന്ന ഇയാളോട് താൻ ആയുധം കൊണ്ട് യുദ്ധം ചെയ്യുന്നത് ശരിയല്ല. ഇപ്പൊ കാലയവനും കുറച്ച് ധർമ്മബോധമൊക്കെ ഉണ്ട്. അപ്പൊ താൻ എന്ത് ചെയ്യണം? താനും നിരായുധനായിട്ട് അവന്റെ പിന്നാലെ പോയി അവനെ പിടിച്ച് ബന്ധിക്കണം, അല്ലെങ്കിൽ നശിപ്പിക്കണം എന്നാണ്. ആയുധമില്ലാണ്ട് തന്നെ യുദ്ധം ചെയ്യുന്നതാണ് നല്ലത് എന്ന് യവനെ നിശ്ചയിച്ചു എന്നാണ്. തന്റെ മുമ്പിൽ തന്നെ തിരിഞ്ഞു നോക്കാണ്ട് പോവുകയാണ് ഭഗവാൻ. യവനൻ തന്റെ പിന്നാലെ വരുന്നത് കണ്ടപ്പോൾ ഭഗവാൻ ഓടാൻ തുടങ്ങി. ആ യവനൻ ഭഗവാന്റെ പിന്നാലെ ഇങ്ങനെ ഓടുകയാണ്. പിന്നെ ഭഗവാൻ എത്ര വേഗത്തിൽ ഓടണം, അതിന്റെ പിന്നാലെ യവനന് ഓടി വരുന്നുണ്ട്. ആരുടെ പിന്നിലാ പരീക്ഷത്തെ ഈ ഓടുന്നത്? അതായത് യോഗികൾക്ക് കൂടി മനസ്സുകൊണ്ട് പോലും തൊടാൻ കിട്ടാത്ത ഭഗവാന്റെ പിന്നാലെയാണ് താൻ ഓടുന്നത് എന്ന് യവനന് വല്ല വിവരമുണ്ടോ? കൈ നീട്ടിയാൽ ശരിക്ക് തൊടത്തക്ക ദൂരത്തിലാണ് ഭഗവാൻ ഓടിയിരുന്നത്. അപ്പൊ അവന്റെ വിചാരം എന്താ? ഇപ്പൊ പിടികിട്ടും എന്നാണ്. അതാണ് ഈശ്വരനെ കുറിച്ചുള്ള സങ്കല്പം. നമ്മുടെയൊക്കെ കഥ ഇപ്പൊ കിട്ടും എന്ന് തോന്നും. കുറച്ചു കഴിഞ്ഞത് കിട്ടേണ്ടതല്ല. കുറച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. കുറെ കാലം നമ്മൾ ഇതിലെയൊക്കെ ഓടി അലഞ്ഞ്
കുറച്ച് കഴിഞ്ഞാൽ ഇത് കിട്ടണതല്ല എന്ന് മനസ്സിലാവും. പിന്നെന്താ, ഈശ്വരനെ കിട്ടില്ലേ എന്നാണെങ്കിൽ അത് കിട്ടേണ്ടതല്ല, അത് ഉണ്ട് ഇവിടെ തന്നെ, അതിനെ അറിയേ വേണ്ടു. കിട്ടേണ്ടതായിട്ടൊരു വസ്തുവല്ല ഈശ്വരൻ. നമ്മുടെ സ്വരൂപം തന്നെ ഈശ്വര സ്വരൂപമാണ്. അതിനെ നമ്മൾ മറന്നിട്ട് ഈ നശിക്കുന്ന ഈ ശരീരത്തെ താനായിട്ട് തെറ്റിദ്ധരിച്ചു. അതാണ് കാരണം. അല്ലാണ്ട് ഈശ്വരൻ കിട്ടേണ്ട വസ്തുവാണോ? മുക്തി കിട്ടേണ്ട വസ്തുവാണോ? ആത്മാവ് കിട്ടേണ്ട വസ്തുവാണോ? അല്ല. അതാണ് സത്യമായിട്ടുള്ള വസ്തു. അത് തന്നെയാണ് നിത്യം, അതന്നെ ഉള്ളത്. പക്ഷെ നമ്മളത് അറിഞ്ഞില്ല. അത് നമ്മുടെ കുഴപ്പം, അല്ലാണ്ട് അത് ആത്മാവിന്റെ കുഴപ്പമല്ല. അങ്ങനെ ഇപ്പൊ കിട്ടും എന്നുള്ള ഭാവത്തില് യവനൻ പിന്നില് ആ ഭഗവാൻ പേടിച്ചവനെ പോലെ അഭിനയിച്ച് ഓടുന്നു കണ്ടപ്പോ യവനൻ എന്താ പറയുന്നത്? നാരദൻ പറഞ്ഞല്ലോ താൻ കേമനാണെന്ന്. എടോ, യദുകുലത്തിൽ ജനിച്ച നിനക്ക് വാലായനം യദുകുലേ ജാതസ്യോജിതം ഇത് ക്ഷിപൻ അനുഗതോ നൈനം പ്രാപാഹതാശുഭ. യദുകുലത്തിൽ ജനിച്ച നിനക്ക് ഈ ഓട്ടം ഉചിതമല്ല. ഒരു ഭീരുക്കളെ പോലെയല്ലേ ഓടിപ്പോണത് എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ച് പിന്നാലെ ഓടുകയാണ്. അപ്പൊ ശരിക്ക് തൊടാൻ കിട്ടണില്ല. എന്തുകൊണ്ടാണ്? ഇവിടെ പറയുന്നുണ്ട്, പാപം ക്ഷയിക്കാത്തവനായിട്ടുള്ള കാലയവനന് ഭഗവാനെ തൊടാൻ പറ്റണില്ല. ഇതാണ് ഈ പാപം മുഴുവൻ നിന്നാതെ നമുക്ക് ആത്മാഭാവത്തെ അല്ലെങ്കിൽ ഈശ്വരനെ അറിയാൻ പറ്റുമോ? ആ പാപം ഏകദേശം ഒരു 50% ഒക്കെ നമ്മളിൽ നിന്ന് ഇല്ലാണ്ടാകുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ അത്യാവശ്യം കുറച്ച് സത്സംഗത്തിൽ താല്പര്യം വരുന്നതും അതുപോലെ തന്നെ ആ താല്പര്യമല്ല, ആ സത്സംഗമൊക്കെ നടക്കണ ദിക്കിലേക്ക് ഒന്ന് പോയി എത്തി നോക്കുക. അതൊക്കെ ഒരു 50% ആ പാപം നീങ്ങുമ്പോഴേ തോന്നുള്ളൂ. അവിടെ ഇരിക്കണമെങ്കിൽ വീണ്ടും പാപം നീങ്ങണം. അതൊരു 10-80% ഒക്കെ ആവണം പാപമൊക്കെ നഷ്ടപ്പെട്ട്. അപ്പോഴേ കുറച്ചു നേരം ഇരുന്നാൽ തന്നെ ചിലപ്പോൾ ഉറങ്ങിന്ന് വരും, ഉറക്കം തൂങ്ങിന്ന് വരും, അങ്ങനെയൊക്കെ വരും. ഇതൊക്കെ പാപശക്തി കൊണ്ടാണ്. പലപ്പോഴും പല അമ്മമാരും സപ്താഹത്തിന് ചെന്നാൽ പറയാറുണ്ട്, എനിക്കത് കേൾക്കുമ്പോൾ സുഖമുണ്ട്, പക്ഷെ കുറച്ച് കഴിഞ്ഞ് അറിയാണ്ട് അങ്ങ് ഉറങ്ങിപ്പോണെന്നാണ്. ആ ഉറങ്ങിപ്പോണത് നമ്മുടെ പാപശക്തിയാ. ഉറങ്ങണത് ഒരു കണക്കിന് ഒരു സിദ്ധിയല്ലേ. നമ്മുടെ മനസ്സടങ്ങുമ്പോഴാണ് നമുക്ക് ഉറക്കം വരിക. ഈ മനസ്സടങ്ങിയാൽ ഈ ഉറക്കമല്ല വരേണ്ടത്, ഈശ്വരനെ അറിയേ വേണ്ടത്. അതിനാണ് നമ്മൾ ഈ സത്സംഗമൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ആ ഈശ്വരനെങ്കിലേക്ക് എത്താനുള്ള, അല്ലെങ്കിൽ ഈശ്വരനെ അത്ര വലിയ പരിചയം നമ്മുടെ മനസ്സിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അജ്ഞാനത്തിൽ ആ ഉറക്കത്തിൽ പെടുകയാണ്. ഏതായാലും അതിനെ വീണ്ടും 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 അനുസന്ധാനം ചെയ്യുക, വീണ്ടും ഉണരുക, വീണ്ടും ആ കേട്ട കാര്യത്തെ കുറിച്ച് ചിന്തിക്കുക, ആ രൂപത്തെ കുറിച്ച് സ്മരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ പതുക്കെ 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 ഈ ഉറക്കം എന്ന തമോ ഗുണം നമ്മുടെ ഉള്ളിൽ നിന്ന് നീങ്ങിയിട്ട് ആ അതായത് ഈശ്വരനെ നമുക്ക് അറിയാനായിക്കൊണ്ട് കഴിയും. ഭഗവാനാണെച്ച ഇങ്ങനെ ഓടുന്നുണ്ട്, യവനൻ പിന്നാലെ അധിക്ഷേപിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഭഗവാനാണെച്ച യവനന്റെ വാക്കുകൾ കേട്ടതായിട്ട് നടിച്ചതേ ഇല്ല. അതായത് ഓടി ഓടി ഓടിയിട്ട് ഒരു പർവ്വതത്തിന്റെ സമീപത്ത് കൂടെ ഓടുകയാണ്. എന്താ ചെയ്തത് ഭഗവാൻ? വേഗം തന്നെ ആ പർവ്വതത്തിന്റെ അടിയിൽ ഒരു ഗുഹ ഉണ്ടായിരുന്നു, ആ ഗുഹയുടെ ഉള്ളിലേക്ക് ഓടി അങ്ങ് കയറി എന്നാണ്. ഇത് യവനൻ കണ്ടു എന്നാണ്. കണ്ട സമയത്തോ പിന്നാലെ ആ ഓടി ആ യവനൻ ഭഗവാൻ കയറിയതുപോലെ തന്നെ യവനനും ആ ഗുഹയുടെ ഉള്ളിലേക്ക് കയറി എന്നാണ്. ആ കയറിയപ്പോ നല്ല ഇരുട്ട്, കണ്ണ് കാണാൻ വയ്യ എന്നാണ്. ആ കണ്ണ് കാണാൻ വയ്യ. കുറച്ചു നേരത്തേക്ക് യാതൊന്നും കാണാൻ കഴിഞ്ഞില്ല യവനന്. അല്പസമയം കഴിഞ്ഞപ്പോ കണ്ണൊക്കെ ഒന്ന് തിരുമ്മി നോക്കിയപ്പോ ഒരു അരണ്ട വെളിച്ചം. ആ അരണ്ട വെളിച്ചത്തില് ഒരാള് നീണ്ടു നിവർന്ന് കിടന്ന് ഉറങ്ങണതായിട്ടാണ് ഇയാൾ കാണുന്നത്. കണ്ടപ്പോ എന്താ ഈ യവനൻ കരുതിയത്? ഈ കൃഷ്ണൻ തന്നെ ഇത്രയും ദൂരം ലോകം മുഴുവൻ ഓടിച്ചിട്ട് ഇപ്പോ ഇവിടെ വന്ന് ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് കിടന്ന് ഉറങ്ങുകയാണെന്ന് വിചാരിച്ചു. അപ്പൊ ഇത്രയും ദൂരം ഓടിച്ചിട്ട് തന്നെ ഇവിടെ വന്നൊരു പാപത്തെ പോലെ കിടന്നുറങ്ങുകയല്ലേ, എന്റെ ഉറക്കം ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ ഉറങ്ങണ ആളുടെ നെഞ്ചത്തൊരൊറ്റ ചവിട്ടാണ് എന്നാണ്. എന്താ പറയുക? മുകുന്ദനെന്ന് കൽപ്പിച്ചു ചവിട്ടി മുജുകുന്ദനെ, അവനും യവനൻ തന്നെ തരസാ ഭസ്മമാക്കിനാൻ. മുകുന്ദനാണെന്ന് വിചാരിച്ചിട്ട് ചവിട്ടിയതാണ്. ഈ ചവിട്ട് കൊണ്ടുടനെ ഉറങ്ങിക്കിടക്കുന്ന ആള് ഉണർന്ന് എഴുന്നേറ്റു എന്നാണ്. ഞെട്ടി ഉണർന്നു, കണ്ണുമെല്ലാം തുറന്നു. ആ തന്നെ ഉണർത്തിയതായിട്ടുള്ള ആളെ ശരിക്ക് ഒന്ന് കോപം കൊണ്ട് ഒന്ന് നോക്കി എന്നാണ്. ആ തന്നെ ഉണർത്തിയ ആ യവനെ കോപം കൊണ്ടൊന്ന് നോക്കുക. ആ നോക്കിയതോട് കൂടിയിട്ട്
ആ യവനൻ ആ നോട്ടം കൊണ്ട് തന്നെ ഭസ്മമായിട്ട് താഴെ വീണു എന്നാണ്. ഇത്രയും കഥ കേട്ടപ്പോ ശ്രീപരീക്ഷത്ത് ചോദിക്കുകയാണ്, ആരാണ് ഇദ്ദേഹം, എന്താ ഇവിടെ കിടന്ന് ഉറങ്ങാൻ കാരണം? ആ കോ നാമസ പുമാൻ ബ്രഹ്മൻ കസ്യ കിം വീര്യേവജ തസ്മാൽ ഗുഹാം ഗത ശിഷ്യേ കിം തേജോ യവനാർത്ഥന. പരീക്ഷത്ത് ചോദിക്കുകയാണ്, ആരാണ് അദ്ദേഹം, എന്താണ് ഇവിടെ വന്ന് ഉറങ്ങാൻ കാരണം? അദ്ദേഹം ഉണർന്ന സമയത്ത് യവനൻ ഭസ്മമാവാൻ എന്താ കാരണം? ആരുടെ വംശത്തിലാണ് ജനിച്ചത്? ആരുടെ വീര്യത്തിലാണ് ഉണ്ടായത്? ഇങ്ങനെ നോക്കിയ ഉടനെ മറ്റാൾ ഭസ്മമാവാൻ പറ്റിയ തേജസ്സൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചത് എങ്ങനെയാ? അതൊക്കെ ഒന്ന് പറഞ്ഞു തരണമെന്ന്. അപ്പോഴാണ് ഇനി അദ്ദേഹത്തിന്റെ ചരിത്രം പറയുകയാണ് ശുഗമഹർഷി. സ ഇക്ഷ്വാകുകുലേജാതോ മാന്താധൃതനയോ മഹാൻ മുജുകുന്ദ ഇരിക്കാതോ ബ്രഹ്മണ്യ സത്യസങ്കര. മഹാനായിട്ടുള്ള ഇക്ഷ്വാകുവിന്റെ വംശത്തില് ജനിച്ച ആ മാന്ധാതാവിന്റെ, അതായത് ആ സൂര്യവംശത്തില് ഇക്ഷ്വാകുവിന്റെ വംശത്തിൽ ജനിച്ച മാന്ധാതാവിന്റെ മകനാണെന്നാണ്. ശരിക്കും നല്ല ബ്രാഹ്മണ ഭക്തനാണ്, സത്യനിഷ്ഠനായിരുന്നു. ഒരിക്കല് സ യാജിത സുരഗണയിൽ ഇന്ദ്രാദി ആത്മരക്ഷണേ, അസുരന്മാരുടെ നിരന്തരമായിട്ട് ഉപദ്രവം, ഇതിനെ ഭയപ്പെട്ടിട്ട് ആ അസുരന്മാരെ ഭയപ്പെട്ട ദേവന്മാര് തങ്ങളെ സഹായിക്കാനായിട്ട് അദ്ദേഹത്തെ ദേവലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നാണ്. ഇങ്ങനെ ചില സന്ദർഭങ്ങളൊക്കെ പുരാണത്തിൽ കാണുന്നുണ്ട്. അതായത് ദേവന്മാര് ഇപ്പൊ ശ്രീരാമന്റെ വംശക്കാരോട്, സൂര്യവംശ രാജാക്കന്മാരാണല്ലോ ഇവരൊക്കെയും, അപ്പോ അവരെയൊക്കെ ദേവലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അസുരന്മാരെ ജയിക്കാൻ ദേവന്മാരെ കൊണ്ടും ആവാണ്ട് ഭൂമിയിലുള്ള രാജാക്കന്മാര് ചെന്ന് ജയിച്ച കഥയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ ഇദ്ദേഹത്തെയും കൊണ്ടുപോയി എന്നാണ്. അപ്പൊ അവിടെ ചെന്ന് ആ ദേവന്മാര് കൂട്ടിക്കൊണ്ടുപോയി അസുരന്മാരോട് യുദ്ധം ചെയ്ത് ദേവന്മാരെ രക്ഷിച്ച് അദ്ദേഹം 3 യുഗക്കാലമാണ് ദേവസൈന്യാധിപനായിട്ട് ദേവന്മാരെ രക്ഷിച്ചുകൊണ്ട് സ്വർഗലോകത്ത് കഴിഞ്ഞത് എന്നാണ്. ആ കാലത്താണ് ഇവിടെ സുബ്രഹ്മണ്യ സ്വാമികള് അവതരിച്ചത് എന്നാണ്. ലബ്ധ്വാ ഗുഹന്തേ സ്വപാലം മുജുകുന്ദമത ബ്രുവൻ. അപ്പൊ ആ സമയത്ത് സുബ്രഹ്മണ്യ സ്വാമികള് അവതരിച്ച് ദേവസൈന്യാധിപനായിട്ട് തീർന്നു. അപ്പോ ഈ ദേവ സൈന്യങ്ങളുടെ അല്ലെങ്കിൽ സ്വർഗത്തിന്റെ രക്ഷ ഈ സുബ്രഹ്മണ്യ സ്വാമികളിലായപ്പോ ദേവന്മാര് മുജുകുന്ദനോട് പറഞ്ഞു, രാജാവേ, അങ്ങ് വളരെ കാലമായി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കഷ്ടമൊക്കെ അനുഭവിച്ച് ഇവിടെ സ്വർഗത്തിൽ താമസിക്കുന്ന ഭൂമിയിലെ സുഖ സൗകര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ടല്ലേ അങ്ങ് ഇങ്ങോട്ട് വന്നത്. ഏതായാലും ഇനി അങ്ങക്ക് ഇപ്പൊ ഞങ്ങൾക്ക് സേനാപതി ഉണ്ട് സുബ്രഹ്മണ്യൻ, അതുകൊണ്ട് ഇനി അങ്ങക്ക് വിശ്രമിക്കാം. മനുഷ്യലോകത്തിലെ സുഖസമൃദ്ധമായിട്ടുള്ള അനുഭവങ്ങളെ, രാജ്യങ്ങളെ, സുഖഭോഗങ്ങളെ ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇത്രയും കാലം ഞങ്ങളെ രക്ഷിച്ചില്ലേ, ഇനി തിരിച്ച് അങ്ങയുടെ രാജ്യത്തിലേക്ക് മടങ്ങിപ്പോയിട്ട് കാര്യമൊന്നുമില്ല. കാരണം 3 യുഗം കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോ ഭൂമിയിൽ കാലം എത്ര കഴിഞ്ഞിട്ടുണ്ടാവും? അങ്ങയുടെ ഭാര്യ, പുത്രന്മാര്, മന്ത്രിമാര്, ബന്ധുക്കള് ഇവരൊന്നും ഇപ്പില്ല. അവരൊക്കെ കാലത്താൽ അപഹരിക്കപ്പെട്ടിരിക്കുക. എന്നിട്ട് ആ കാലത്തിന്റെ പ്രഭാവം ഒന്ന് കാണിക്കുന്നുണ്ട് അവിടെ. എന്താ? കാലോ ബലിയാൻ ബലിനാം ഭഗവാൻ ഈശ്വരോ വ്യയാം പ്രജാ കാലയതേ ക്രീഡൻ പശുപാലോ യഥാ പശു. അതായത് ആ ബലവാന്മാരിൽ വെച്ച് അധിക ബലശാലി കാലനാണ്. ഏറ്റവും കൂടുതൽ ബലകാലത്തിനാണല്ലോ. ഭഗവാനും ഈശ്വരനും നാശരഹിതനുമായിട്ടുള്ള ഈ കാലൻ പശുപാലകൻ പശുക്കളെ തെളിച്ചു കൊണ്ടുപോണത് പോലെയാണ് പ്രജകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ക്രീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ അങ്ങക്ക് മംഗളുണ്ടാവട്ടെ. ഇനി ഞങ്ങളോട് എന്തെങ്കിലും വരം അങ്ങ് ചോദിക്കണം. എന്ത് വേണിച്ചാലും ചോദിച്ചോളൂ. മോക്ഷം മാത്രം ഞങ്ങൾക്ക് തരാൻ ശക്തിയില്ല. അത് ഭഗവാൻ വിഷ്ണു ഭഗവാനിലുള്ളതാണ്. വേറെ മറ്റു വരങ്ങൾ എന്തെങ്കിലും വെച്ചാൽ ചോദിച്ചോളൂ എന്നാണ്. ദേവന്മാർ ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് കുറച്ചു കാലം സുഖമായിട്ട് ഉറങ്ങണമെന്നുണ്ട് എന്നാണ് മുജുകുന്ദൻ പറഞ്ഞത്. ഉറക്കക്ഷീണുണ്ട്. അപ്പൊ അവരൊരു അനുഗ്രഹം കൊടുത്തു, അങ്ങേക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി കിടന്നുറങ്ങുക. ഉറക്കത്തെ ആരെങ്കിലും തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ അങ്ങ് നോക്കുന്ന നിമിഷത്തിൽ അവൻ ഭസ്മമായി തീരും എന്ന് അവരൊരു അനുഗ്രഹം കൊടുത്തു. അദ്ദേഹമാണ് ഈ ഗുഹയിൽ കിടന്ന് ഉറങ്ങിയത് പരീക്ഷത്തെ എന്നാണ് ശുഗമഹർഷി പരീക്ഷത്തിനോട്. അങ്ങനെ യവനനെ ഭസ്മമാക്കിയിട്ട് യവനെ ഭസ്മസാന്നീതേ ഭഗവാൻ സാത്വത ഋഷഭ ആത്മാനന്ദ ഋഷയാമാസ മുജുകുന്ദായ ധീമതേ. ഇങ്ങനെ നോക്കുമ്പോ ഇവിടെ മുജുകുന്ദന ധീമതേ എന്നാണ് അല്ലേ? അതായത് ബുദ്ധിമാനായിട്ടുള്ള, കാരണം ഈ അജ്ഞാനത്തെ മുഴുവൻ നശിപ്പിച്ച ആൾ തന്നെയാണല്ലോ ബുദ്ധിമാൻ.
തന്റെ നോട്ടം കൊണ്ട് ഇപ്പോ ആ പാപത്തെ മുഴുവൻ നശിപ്പിച്ചു. ആ ബുദ്ധിമാനായിട്ടുള്ള മുജുകുന്ദൻ ആ യവനനെ ഭസ്മമാക്കിയിട്ട് ഇങ്ങനെ നോക്കുമ്പോ പിന്നെന്താ കാണുന്നത്? ഇതാണ് ഈ പാപം നശിച്ച പിന്നെ ആ പുണ്യത്തിന്റെ ഉറവിടമായിട്ടുള്ള ഭഗവാനെ കാണുക. മുജുകുന്ദന്റെ മുമ്പില് ഭഗവാൻ പ്രത്യക്ഷമാകുകയാണ്. തമാലോക്യ ഘനശ്യാമം പീതകൗശേയവാസസം ശ്രീവത്സവക്ഷസം ഭ്രാജൽ കൗസ്തുഭേന വിരാജിതം ചതുർഭുജം രോചമാനം വൈജയന്ത്യാജമാലയാ ചാരുപ്രസന്നവദനം സ്ഫുരൻ മകരകുണ്ഠലം പ്രേക്ഷണീയം നിർലോകസ്യ സാനുരാഗസ്മിതേക്ഷണം അഭീജ്യ വയസമ്മത്തം മൃഗേന്ദ്രോധാര വിക്രമം പദ്യഭൃജൻ മഹാബുദ്ധി തേജസ തസ്യത ഋഷിത ചങ്കിത ചരകൈരാജ ദുർദർശോമിവ തേജസ. പിന്നെ ആ ഭഗവാനെ അങ്ങോട്ട് കാണുകയാണ്. ആ ശ്യാമളവർണ്ണനായി മഞ്ഞപ്പട്ടണിഞ്ഞ് ശ്രീവത്സം എന്ന മറുകോടുകൂടി കൗസ്തുഭരത്നം അണിഞ്ഞ് വൈജയന്തിമാല ധരിച്ചവനായിട്ട് പ്രസന്ന മുഖത്തോടുകൂടി കാതിൽ ശോഭിക്കുന്ന മകരകുണ്ടലങ്ങളോട് കൂടിയവനായി കണ്ടാലും മതിവരാത്ത സൗന്ദര്യത്തോടു കൂടിയവനായിട്ട് സ്നേഹം നിറഞ്ഞ പുഞ്ചിരിയോടും കാരുണ്യ കടാക്ഷത്തോടും കൂടിയവനായി യൗവനാരംഭ പ്രായത്തിൽ വടങ്ങുന്നവനായിട്ട് മതിച്ച സിംഹത്തെ പോലെ നടക്കുന്നവനായി തന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന അത്ഭുത പുരുഷനെ മുജുകുന്ദൻ ശരിക്ക് കാണുകയാണ്. സാവധാനത്തില് വിനയാന്വിതനായിട്ട് ചോദിച്ചു, ഈ ഗുഹയിലേക്ക് കല്ലും മുള്ളും നിറഞ്ഞ ഈ കാട്ടിലൂടെ ആ ചെന്താമര കാലടികളെ കൊണ്ട് നടന്നു വന്ന അങ്ങ് ആരാണ്? പരമ തേജസ്വിയായിട്ടുള്ള അങ്ങ് സൂര്യനാണോ ചന്ദ്രനാണോ? അതൊക്കെ അങ്ങ് ആരാണ്? എനിക്ക് മനസ്സിലായില്ല. അപ്പോ അങ്ങ് ആരാണെന്ന് പറഞ്ഞു തരണം എന്നാണ്. സൂര്യനാണോ അതോ ചന്ദ്രനാണോ അഗ്നിയാണോ ഇന്ദ്രൻ മുതലായിട്ടുള്ള ലോകപാലകന്മാരിൽ ആരെങ്കിലും ആണോ അതോ ത്രിമൂർത്തികളിൽ പുരുഷോത്തമനായിട്ടുള്ള വിഷ്ണു ഭഗവാൻ തന്നെയാണോ? എനിക്ക് തോന്നുന്നത് ഏകദേശം വിഷ്ണു ഭഗവാൻ തന്നെയായിരിക്കും അങ്ങ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ട്? വിളക്ക് ഇരുട്ടിനെ എന്ന പോലെ സ്വന്തം പ്രകാശത്താൽ അങ്ങ് ഈ ഗുഹയിലെ അന്ധകാരത്തെ തന്നെ അകറ്റുണ്ട്. അങ്ങയുടെ ജന്മം ഗോത്രം കർമ്മം മുതലായവയെ കുറിച്ചൊക്കെ ഒന്ന് അറിഞ്ഞാൽ തരക്കടില്ല എന്ന എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങക്ക് ഇഷ്ടമാണെച്ചാൽ അത് പറയൂ എന്നാണ് ഇവിടെ മുജുകുന്ദൻ. പിന്നെ ആ മുജുകുന്ദൻ തന്റെ ചരിത്രവും പറയുന്നുണ്ട്. അതായത് അങ്ങക്ക് സമ്മതമാണെന്ന് വെച്ചാൽ അങ്ങയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണം. ഇനി ഞാൻ എന്റെ കാര്യം ആദ്യം തന്നെ പറയാം എന്നാണ്. എന്താ അത്? ഞാൻ ഇക്ഷ്വാകുവിന്റെ വംശത്തില് ജനിച്ച ആളാണ്. ആ മുജുകുന്ദൻ എന്നാണ് അയന്തു പുരുഷവ്യാഘ്ര ഐക്ഷ്വാക ക്ഷത്രബന്ധവ മുജുകുന്ദ ഇതി പ്രോക്തോ യൗവനാശാത്മജ പ്രഭോ. യവനാശന്റെ പുത്രൻ മുജുകുന്ദനാണ്. ഇക്ഷ്വാകുവിന്റെ വംശത്തിലാണ് ഞാൻ ജനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് തന്റെ ചരിത്രം മുഴുവൻ പറഞ്ഞു കൊടുക്കുകയാണ്. ആ മാധാതാവിന്റെ മകനാണ്. കുറെ അധികകാലം ഉറങ്ങാണ്ട് കഴിയേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് ക്ഷീണിതനായിട്ട് ഇപ്പൊ ഇവിടെ വന്ന് കിടന്നുറങ്ങി. ആരോ എന്നെ ഉണർത്തി. അവൻ സ്വന്തം പാപശക്തി കൊണ്ട് തന്നെ നശിച്ചു എന്നാണ്. അതിനുശേഷമാണ് ഇപ്പൊ എനിക്ക് അങ്ങയെ കാണാൻ കഴിഞ്ഞത്. അങ്ങയുടെ തേജസ്സിന് കാരണം അങ്ങയുടെ ആ ദിവ്യമായിട്ട് തേജസ് എനിക്ക് നോക്കാൻ തന്നെ പറ്റാത്തൊരവസ്ഥയില്ല അല്ലെ? ഭഗവാന്റെ തേജസ്സിന്റെ മുമ്പിൽ നമുക്ക് നമ്മുടെ ഈ നേത്രങ്ങളെ കൊണ്ടൊന്നും ഭഗവാന്റെ തേജസ്സിനെ ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പൊ ആ തേജസ്സിന്റെ പ്രഭാവം കൊണ്ട് എനിക്ക് നോക്കാൻ തന്നെ പറ്റണില്ല. അങ്ങ് എല്ലാവർക്കും ബഹുമാന്യം തന്നെയാണ് എന്ന് എനിക്ക് ബോധ്യമായിട്ടുണ്ട്. തേജസാ തേ വിഷക്യേണ ഭൂരി ദ്രഷ്ടും ന ശക്രുമ ഹതൗജസോ മഹാഭാഗ മാനനീയോസി ദേഹിന. എല്ലാവർക്കും എല്ലാ ദേഹികൾക്കും നമസ്കരിക്കാൻ യോഗ്യനായിട്ടുള്ള ആളാണ് അവിടുന്ന് എന്ന് എനിക്ക് നോട്ടം കൊണ്ട് തന്നെ മനസ്സിലാവുന്നുണ്ട്. ആരാണെന്ന് എന്ന് പറഞ്ഞാലും എന്നാണ്. ഇത് കേട്ടപ്പോ ഏവം സംഭാഷിതോരാജ്ഞ ഭഗവാൻ ഭൂതഭാവന പ്രത്യാഹ പ്രഹസൻവാണ്യ മേഘനാഥ ഗംഭീരയ. അപ്പോഴാണ് ഭഗവാൻ അവിടെ വെച്ച് പറഞ്ഞു എന്നാണ്. എന്താ പറഞ്ഞത്? ശരിക്കും മേഘം ഗർജിക്കുന്ന ഭാഷയിൽ ഗംഭീരമായിട്ടുള്ള ശബ്ദത്തില് ഭഗവാൻ പറയുകയാണ്. എന്താ ഭഗവാൻ പറഞ്ഞത്? ജന്മകർമാഭിധാനാനി സന്ധിമേഘ സഹസ്രശ ന ശക്യന്തേനു സംഖ്യാതും അനന്തത്വാമയാഭിഹി. അല്ലയോ പ്രിയപ്പെട്ടവനെ എന്നാണ് വിളിക്കുന്നത്. എനിക്ക് എന്റെ ജന്മങ്ങളും കർമ്മങ്ങളും പേരുകളും ആയിരക്കണക്കിനാണ് അല്ലേ? അത് ഞാൻ വിചാരിച്ചാൽ പോലും മുഴുവൻ വർണ്ണിക്കാൻ തന്നെ കഴിയില്ല അല്ലെ? ഇപ്പൊ നമ്മൾ സഹസ്രനാമമൊക്കെ ജപിക്കും. ആ മര്യാദക്ക് ഇരുന്ന് ആ സഹസ്രനാമം ജപിക്കുകയാണെങ്കിൽ കഷ്ടിച്ച് അരമണിക്കൂറെങ്കിലും എടുക്കും അല്ലെ? അങ്ങനെ അനന്തമായിട്ടുള്ള നാമങ്ങളുള്ള ആളാ. അപ്പൊ പറഞ്ഞു എന്റെ ജന്മങ്ങളും കർമ്മങ്ങളും നാമങ്ങളും
ആയിരക്കണക്കിനുണ്ട്. അവ അവധിയില്ലാത്ത വിധം അനന്തമാണ് എന്നാണ്. അതുകൊണ്ട് അത് എനിക്ക് പോലും തിട്ടപ്പെടുത്താൻ സാധിക്കില്ല. ഞാൻ വിചാരിച്ചാൽ പോലും അവയെ മുഴുവൻ വർണ്ണിക്കാൻ കഴിയില്ല. ഒരു പക്ഷേ പാർത്ഥിവാന്യുരി ജന്മഭി ഗുണകർമാഭിധാനാനി നമേ ജന്മാനി കർഹജിൽ. ഒരു പക്ഷെ അനേക ജന്മങ്ങളെ കൊണ്ട് ഭൂമിയിലെ മണൽത്തരികളെ മുഴുവൻ എണ്ണി തീർക്കാൻ കഴിഞ്ഞാലും എന്റെ ഗുണങ്ങളെയും കർമ്മങ്ങളെയും നാമങ്ങളെയും കണക്കാക്കാൻ ഒരിക്കലും സാധിക്കില്ല. കാലത്രയോപമന്നാനി ജന്മകർമാണി മേ നൃപ അനുക്രമന്തോ നൈവാന്തം ഗച്ഛന്തി പരമരുഷയ. അപ്പോ എന്റെ ഗുണങ്ങളെ കണക്കാക്കാൻ സാധിക്കില്ല. എന്റെ ഭൂത വർത്തമാന ഭാവിയിലെ ജന്മങ്ങളെയും കർമ്മങ്ങളെയും മഹർഷിമാര് എത്രയൊക്കെ വർണ്ണിച്ചിട്ടും അവസാനിക്കുന്നില്ല. അപ്പൊ ഋഷികൾക്ക് പോലും കഴിയുന്നില്ല എന്നർത്ഥം അല്ലെ. അനന്തൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, 1000 നാവുകളെ കൊണ്ട് അവതരിച്ച അന്ന് മുതല് ഭഗവാന്റെ മഹാത്മ്യങ്ങൾ ഇങ്ങനെ കീർത്തിക്കുകയാണ്. എന്നിട്ടും കഴിഞ്ഞിട്ടില്ല അല്ലേ. നേരത്തെ പറഞ്ഞില്ലേ, 2000 നാക്കുകഴുത്തിലുള്ള തണ്ടാർത്തലാക്ഷന്റെ കിടക്ക പോലും. ആ തണ്ടാർത്തലാക്ഷന്റെ കിടക്കയായിട്ടുള്ള അനന്തൻ 2000 നാവ് കൊണ്ട്, ആ 1000 മുഖങ്ങളുണ്ട്, അപ്പൊ 2000 നാവുണ്ട്. ആ 2000 നാവ് കൊണ്ട് വർണ്ണിച്ചിട്ടും ഇപ്പോഴും തീർന്നിട്ടില്ല. അപ്പൊ അത്രയും വലുതാണ്, അവസാനിക്കാത്തതാണ് എന്നാണ്. തഥാ വ്യത്യതനാന്യംഗ ശൃണുഷു ഗതോ മമ വിജ്ഞാപിതോ വിരിഞ്ചേന പുരാഹം ധർമ്മകുപതയെ ഭൂമേർ ഭാരായമാണാനാം അസുരാണാം ക്ഷയായജ. എന്നാൽ ഇപ്പോഴത്തെ കാര്യം കുറച്ചൊന്ന് ഞാൻ പറയാവുന്നതാണ്. ഭൂമിയുടെ ഭാരം നശിപ്പിക്കാനും ധർമ്മത്തെ രക്ഷിക്കാനും വേണ്ടിയിട്ട് ബ്രഹ്മദേവൻ അപേക്ഷിച്ച സമയത്ത് ഞാൻ വസുദേവരുടെ പുത്രനായിട്ട് ജനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പൊ ആളുകൾ എന്നെ വാസുദേവൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അതാണ്. അപ്പൊ അങ്ങനെയൊക്കെ അത് കുറച്ചൊക്കെ തന്നെ പറയാൻ പറ്റുള്ളൂ. വാസുദേവൻ എന്ന് പറയണു. പിന്നെ ചില ഭാവങ്ങളൊക്കെ ഉണ്ട്. എന്താ കാലനേമീർ ഹതകംസ പ്രലംബാധ്യാച്ച തദ്വിഷ അയഞ്ച യവനോദഗ്ധോ രാജം സേദിഗ്ഭചക്ഷുഷ. കംസനായിട്ട് ജനിച്ച കാലനേമി എന്ന അസുരനും അവന്റെ അനുയായികളും കൊല്ലപ്പെട്ടു. സജ്ജനദ്രോഹികളായിട്ടുള്ള പ്രലംബൻ മുതലായിട്ടുള്ളവരെയൊക്കെ സംഹരിച്ചു. അതൊക്കെ കഴിഞ്ഞു. ഇപ്പൊ അങ്ങയുടെ തീക്ഷ്ണമായിട്ടുള്ള നോട്ടം കൊണ്ട് ഇപ്പൊ യവനനും കൊല്ലപ്പെട്ടു. സ്വഹം തവാനുഗ്രഹാർത്ഥം ഗുഹാമേധാം ഉപാഗത പ്രാർത്ഥിത പ്രചുരം പൂർവം ത്വയാഹം ഭക്തവത്സല. അങ്ങനെയുള്ള ഞാൻ എന്നെ പോലുള്ള ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട്, അതായത് അങ്ങയെ അനുഗ്രഹിക്കാനാണ് ഞാൻ ഈ ഗുഹയിലേക്ക് വന്നത്. അങ്ങ് എന്റെ ദർശനത്തിനായിട്ട് വളരെ കാലം പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു മുൻപ്. പൂർവ്വജന്മത്തിൽ എന്റെ ദർശനം കിട്ടണമെന്ന് പറഞ്ഞിട്ടേ ഒരുപാട് കാലം ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ ദർശനത്തിനായിട്ട് വളരെ കാലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അല്ലയോ രാജഋഷേ, അങ്ങ് ആഗ്രഹിക്കുന്ന വരങ്ങളൊക്കെ തന്ന് അങ്ങയെ ഞാൻ അനുഗ്രഹിക്കാൻ പോവുകയാണ്. എന്താ വേണ്ടത് അതൊക്കെ ചോദിച്ചോളൂ. എന്താവശ്യപ്പെട്ടാലും ഞാൻ തരാം. എന്നെ ആശ്രയിച്ച ഭക്തൻ പിന്നീട് ഒരിക്കലും ദുഃഖിക്കാൻ പാടില്ല എന്നാണ്. അപ്പൊ എന്താ വരം വേണ്ടത് എന്ന് ചോദിച്ചോളൂ. ഒരുപാട് കാലം എന്നെ ആഗ്രഹിച്ചതല്ലേ, അതിപ്പോ സംഭവിക്കും. അതാണ് നമ്മള് ഈശ്വരനെ അറിയണം എന്നുള്ള ആഗ്രഹത്തില് നമ്മൾ ഒരുപാട് പ്രവർത്തിക്കണം, കുറച്ചു കാലം, ഒരുപാട് കാലം. അപ്പൊ അങ്ങനെ ഭഗവാനെ അറിയണം എന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത് എങ്കിൽ ഈ ജന്മം കൊണ്ടതായിക്കൊള്ളണമെന്നൊന്നുമില്ല. അപ്പോ മുജുകുന്ദന് പോലും പിന്നെയുള്ള ജന്മം, അടുത്ത ജന്മങ്ങളിൽ അത് കഴിഞ്ഞത്. അപ്പൊ നമ്മളെ പോലുള്ള ആളുകള് എത്ര ജന്മങ്ങൾ കഴിഞ്ഞാലായിരിക്കും ഈശ്വരനെ അറിയാൻ കഴിയുക? അത് വിചാരിച്ചിട്ട് എത്രയോ ജന്മം കഴിഞ്ഞിട്ടല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ അതിന് പിന്മാറണു എന്നല്ല. പിന്നെന്താ വേണ്ടത്? ആ ഈശ്വരനെ അറിയലാണ് എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ ആയാലോ ഈ ജന്മത്തിൽ അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും ഒരു ജന്മത്തില്, അടുത്തതെന്ന് പറയാനും വയ്യ, അത് അധിക പ്രസംഗമായിട്ട് തീരും. കാരണം നമ്മുടെ കണക്കിൽ തന്നെ ഉണ്ട് കുറച്ച് ജന്മങ്ങളില്. ശർമ്മഭാഷ പറയുക, പായ വിരിച്ച പോലെയാണ് ജന്മങ്ങൾ ഇങ്ങനെ കിടക്കുന്നത് എന്നാണ്. അപ്പൊ പിന്നെ അടുത്ത ജന്മത്തിൽ കിട്ടുമെന്ന് പറഞ്ഞാൽ അത് അധികം പറ്റല്ലേ. അപ്പൊ ഇനി ഏതെങ്കിലും ഒരു ജന്മത്തില് ഭഗവാൻ നമ്മുടെ ആഗ്രഹം സാധിപ്പിച്ച് തരാതിരിക്കില്ല. ഇതൊരാഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അടുത്ത ഏതെങ്കിലും ഒരു ജന്മത്തിൽ, കാരണം ഇപ്പൊ ചെയ്ത
പൂർവജന്മത്തിൽ ചെയ്ത കർമ്മത്തിന്റെ ഫലങ്ങളൊക്കെ അനുഭവിച്ചു കഴിയണം. ഈ പ്രാരബ്ധം എന്താ ഈ എപ്പോഴും ഈ പ്രാരബ്ധം 3 തരത്തിലാണെന്നാണ് ശാസ്ത്രം പറയുക. സഞ്ചിതം, ആഗന്തുകം അല്ലെങ്കിൽ ആഗാമി, പ്രാരബ്ധം. ഇങ്ങനെ 3 തരത്തിലെ കർമ്മത്തിന്റെ ഫലം അനുഭവിക്കുന്നത് നമ്മളൊക്കെ. സഞ്ചിതം എന്ന് വെച്ചാൽ സഞ്ചയിച്ചു വെച്ചത് എന്നാണ്. പൂർവ്വജന്മങ്ങളിലൊക്കെ സഞ്ചയിച്ചു വെച്ച കർമ്മത്തിന്റെ, നമ്മൾ ബാങ്കിലൊക്കെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യില്ലേ, അതുപോലെ. പിന്നെ അതില് പ്രാരബ്ധം, ഈ നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഫലം നമ്മളിപ്പോ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് പലിശ നമുക്ക് തരും മാസാമാസം, അല്ലേ? ഇതാണ് ശരിക്കും പറഞ്ഞ പ്രാരബ്ധം. അതാണ് നമ്മളിപ്പോ അനുഭവിച്ചു. ഈ പ്രാരബ്ധം അനുഭവിക്കുമ്പോ, അല്ലെങ്കിൽ ആ ശരീരം കൊണ്ട് പ്രാരബ്ധ കർമ്മങ്ങൾ അനുഭവിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളുടെയാണ് ഫലം അടുത്തത് ആഗന്തുകമായിട്ട് വരിക, ആഗാമിയായിട്ട് വരിക. അപ്പൊ ഇതിലെ ഈ പ്രാരബ്ധം എന്നുള്ളത് നമ്മൾ അനുഭവിച്ചു തന്നെ തീരേണ്ടതാണ്. അതിനെ ആർക്കും അന്യതാകരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് മഹാത്മാക്കളൊക്കെയും പ്രാരബ്ധ ഫലം, കർമ്മത്തിന്റെ ഫലം അനുഭവിച്ച്, പക്ഷെ അവരനുഭവിക്കുമ്പോൾ ഞാൻ അനുഭവിക്കണം എന്നുള്ളൊരു ചിന്ത അവർക്ക് ഇല്ലാത്തത് കൊണ്ട് അവര് അതായത് അടുത്തൊരു ജന്മത്തെ എടുക്കണില്ല. നമ്മളിപ്പോ ഈ നില, അതായത് നമ്മൾ എപ്പോഴും ഞാൻ ചെയ്യുന്നു, ഞാൻ അനുഭവിക്കുന്നു എന്നുള്ള ഭാവം എപ്പോഴും നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് നമുക്ക് വീണ്ടും വീണ്ടും ജന്മങ്ങള് കൂടി കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നമ്മള് നമ്മുടെ മനസ്സിൽ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ടൊക്കെ ഈശ്വരനെ അറിയലാണ് എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം. ആ അറിയണം എനിക്ക്, അതിന് ഭഗവാൻ എന്നെ അനുഗ്രഹിക്കണം എന്ന ബുദ്ധിയോട് കൂടിയിട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അവിടെ എത്തേണ്ടതാണ്, അല്ലെങ്കിൽ ഈശ്വരനെ അറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് വിചാരിച്ച് നമ്മള് മനസ്സിൽ ആഗ്രഹം വെച്ചുകൊണ്ട് നമ്മൾ കർമ്മം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ജന്മത്തിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജന്മത്തില് നമുക്ക് ആ ഭഗവാനെ അറിയാൻ പറ്റും. ഈ ജന്മത്തിൽ തന്നെ പറ്റിക്കോളും. കാരണം മുജുകുന്ദന് പോലും അടുത്ത ജന്മം വേണ്ടി വന്നു എങ്കിൽ അത് രാജഋഷിയായിട്ടുള്ള ആളാണ്. അപ്പൊ പിന്നെ നമുക്കൊക്കെ എത്ര വേണ്ടി വരും? ഏതായാലും ഏതെങ്കിലും ഒരു ജന്മത്തിൽ നമുക്ക് ആ ഭഗവാനെ, കാരണം അവിടെ അറിയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം ഈ യാത്രയൊന്നും അവസാനിക്കണ്ടേ. അപ്പൊ അതുകൊണ്ട് ഭഗവാനെ അവിടെ എത്തണം, നമ്മള് അവിടെ എത്തും. അതിന് സംശയം, ആ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ വഴികൾ ചിലപ്പോ കുറച്ച് നീണ്ടും വളഞ്ഞും കുറച്ച് തിരിഞ്ഞും ഒക്കെ പോകേണ്ടതായിട്ട് വരുന്ന മാത്രമേ ഉള്ളൂ. എന്തായാലും നമുക്ക് ലക്ഷ്യത്തിൽ എത്താതിരിക്കാൻ പറ്റില്ല. അവിടെ എത്തണം എങ്കിലേ നമ്മുടെ ഈ യാത്ര അവസാനിക്കുള്ളൂ. അപ്പോഴേ നമ്മള് ആ ധന്യധന്യരായിട്ട് തീരുള്ളൂ. അപ്പൊ അവിടെ അങ്ങ് ആഗ്രഹിച്ച വരം തരാനായിട്ട് ഇപ്പോ അങ്ങയുടെ മുമ്പിലേക്ക് ഞാൻ വന്നിരിക്കുകയാണ്. ഇപ്പൊ എപ്പോഴും നോക്കൂ, ഇപ്പോ നാരദ മഹർഷി, നമുക്ക് സംശയം തോന്നും, ഈ യവനനോട് എന്തിനപ്പൊ ഇങ്ങനെ കേഷണി പറഞ്ഞത്? ആ യവനൻ അത് കേട്ടിട്ടാണ് ഇപ്പൊ കൃഷ്ണനെ യുദ്ധം ചെയ്യാനായിക്കൊണ്ട് ഓടി വന്നത്. അതുകൊണ്ട് യവനൻ മരിക്കുകയും ചെയ്തു. വാസ്തവത്തിൽ എന്താ നാരദൻ ചെയ്തത്? യവനന്റെ പാപശക്തിയെ വേഗം തന്നെ ക്ഷയിപ്പിച്ചിട്ട് യവനനെ ഒരു ഭഗവത് ഭക്തനെ കൊണ്ട് ഇല്ലാണ്ടാക്കുക. ആ ഭക്തി കൊണ്ടേ പാപശക്തികളെ നശിക്കുള്ളൂ. അതിനുവേണ്ടി ചെയ്തതാണ്. ആ വാസ്തവത്തിൽ നാരദ മഹർഷി കാരുണ്യാണ് യവനിൽ വർഷിച്ചത്. ഒന്ന് പൊങ്ങച്ചം പറഞ്ഞ് അയാളെ ഒന്ന് പൊക്കി വെച്ചു എങ്കിലും അതിന്റെയൊക്കെ പിന്നില് നാരദ മഹർഷിയുടെ കാരുണ്യാണ്. മഹാത്മാക്കളിൽ കാരുണ്യം മാത്രമേ ഉണ്ടാവുള്ളൂ, യാതൊരു സംശയമില്ല. ഒരു മഹാത്മാവും, അതായത് ഇപ്പൊ നമ്മുടെ ദുർവാസാവിനെയും മറ്റൊക്കെ ദേഷ്യക്കാരനാണെന്നൊക്കെ, പക്ഷേ അവരുടെ ദേഷ്യവും കാരുണ്യാണ്. കാരണം കൂടാണെന്ന് അവര് ദേഷ്യപ്പെടില്ല. ഇനിയിപ്പോ നമ്മളോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കാരുണ്യമായിട്ടേ മാറുള്ളൂ. അടുത്ത കാലത്ത് തിരുവനന്തപുരം ഭാഗത്ത്, അവിടെ എനിക്ക് ആ പൂന്തുറ എന്നുള്ള സ്ഥലത്ത്, ആ ഭാഗത്ത് അവിടെയാണ് ഒരു സപ്താഹത്തിന് ചെന്നു ഞാൻ. അടുത്ത ഒരു 8-10 കൊല്ലം മുമ്പാണ്. അപ്പൊ അവിടെ ഒരു സിദ്ധനുണ്ട്. അതായത് ഞാൻ പോണ കാലത്ത് അവിടെ ഒരു മധുസൂദനാനന്ദ സരസ്വതി എന്നോ എന്തോ പറഞ്ഞിട്ട് ഒരു സിദ്ധൻ. അപ്പൊ അവരുടെയൊക്കെ പൂർവികനായിട്ടുള്ളൊരു ആചാര്യൻ, അദ്ദേഹം കടലിന്റെ മീതെ കൂടെ, അതായത് മുക്കുവന്മാർക്കൊക്കെ ഈശ്വരനെ പോലെ അദ്ദേഹം, അവരെന്ത് പ്രശ്നം വന്നാലും അദ്ദേഹത്തിന് മുമ്പ് പോയി നിലവിളിക്കുക. അപ്പൊ അദ്ദേഹം അതിന് വേണ്ട പ്രതിവിധി ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പൊ എനിക്ക് അദ്ദേഹത്തിന്റെ ആ പേര്, ആ നാമം എനിക്ക് അങ്ങനെ ഓർമ്മ വരുന്നില്ല. എന്താ അവര് ചെയ്യുക വെച്ചാൽ, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നൊരു അടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദേഷ്യപ്പെട്ടുകൊണ്ടൊരു വാക്കോ അല്ലെങ്കിൽ ഒരു ഏറോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ അവരൊക്കെ നന്നായിട്ടുണ്ട് എന്നാ പറയുന്നത്. അപ്പൊ വാസ്തവത്തിൽ അപ്പൊ അവര് ആ മഹാത്മാവ് അവരെ ദേഷ്യപ്പെട്ടതാണെന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെയുള്ള ആ പാരമ്പര്യക്കാരെപ്പോഴും അവിടെ ഉണ്ട്. അങ്ങനെ ആ മഹാത്മാവിൽ നിന്ന്
ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനുഭവം. കാരണം അത് അവര് ദേഷ്യപ്പെട്ടതാണെന്നോ ശപിച്ചതാണെന്നോ അല്ല, അവരുടെ അനുഭവമാണ്. ഈ അനുഭവം ഏറ്റ കുടുംബം ഇപ്പോഴും വളരെ നല്ല രീതിയിൽ തന്നെ ഐശ്വര്യത്തോടു കൂടി കഴിയുന്നുണ്ട് അവിടെ അവരുടെ പിന്മുറക്കാര്. അപ്പോ മഹാത്മാക്കളുടെ മുമ്പില് കാരുണ്യം മാത്രമേ ഉള്ളൂ. അവരെ ദേഷ്യപ്പെടുക, ഇനിയിപ്പോ ആ ദേഷ്യം നമുക്ക് ദേഷ്യമായിട്ട് പ്രത്യക്ഷമായിട്ട് തോന്നാമെങ്കിലും അതിന്റെ പിന്നിലും കാരുണ്യാണ്. ആ ഒരു സത്സംഗത്തിന് പോയപ്പോ ഒരു കഥ മഹാത്മാ സത്സംഗത്തിലെ ആചാര്യൻ പറഞ്ഞത് ഞാൻ കേട്ടതാ. അതായത് ഒരാന മരിച്ചിട്ട്, അതായത് അത് ജീവൻ പോയ ശേഷം യമലോകത്തെത്തി എന്നാണ്. യമലോകത്തെത്തിയപ്പോ ഈ ആനയെ യമൻ, ആനയുടെ ജീവനെ യമൻ പൊളിച്ച ചീത്ത പറയുക. വല്ലാത്ത ചീത്ത. നാണമില്ല നിനക്ക്, ആദ്യം താൻ ഒരു പൂച്ചയായിട്ട് ഒരു ജന്മം തന്നു ഞാൻ. അപ്പം മറ്റു ആ മനുഷ്യന്മാരുടെ പിന്നിലും മ്യാവൂ മ്യാവൂ എന്നും പറഞ്ഞ് അവരുടെ അടിമകളെ പോലെ. അത് കഴിഞ്ഞ് പിന്നെ നായിയാക്കി ജനിപ്പിച്ചു. അപ്പോഴും ആ മനുഷ്യന്മാര് തന്നെ ചങ്ങലക്കിട്ടിട്ട് അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവർക്ക് കാവല് കിടക്കാനും വരച്ചും കൊണ്ട് കഴിയുക. എന്നാ ഇനി വലിയൊരു ജന്മം തന്നാൽ താൻ നേരെയാകുമല്ലോ വിചാരിച്ചിട്ടാണ് നിനക്ക് ആനയായിട്ട് ജന്മം തന്നത്. അപ്പോഴും ഇത്രയും വലിയൊരു സ്വരൂപം തന്നിട്ടും ഒരു തോട്ടിയും കൊണ്ട് മനുഷ്യൻ തന്നെ നിയന്ത്രിക്കുക, മനുഷ്യൻ തന്നെ പുറത്ത് കയറി നടക്കുക, നാണം ഉണ്ടോന്നാണ്. അപ്പൊ എന്താ ഈ ആനയുടെ ജീവൻ പറയണത്? അതെ, ഈ മനുഷ്യന്മാരുടെ സ്വഭാവം അങ്ങേക്ക് ശരിയായിട്ട് മനസ്സിലായിട്ടില്ല. ഈ മനുഷ്യൻ വിചാരിച്ചാലേ എന്താ ചെയ്തുകൂടാത്തത് എന്നാണ്. മനുഷ്യന്മാരെ അങ്ങേക്ക് ശരിക്കും അറിയില്ല, അതാണ് അങ്ങ് എന്നെ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചീത്ത പറയണത് എന്നാണ് ആന. ഇത് കേട്ടപ്പോ യമൻ, എനിക്കെന്താ മനുഷ്യന്മാരെ അറിയായില്ല? എത്ര മനുഷ്യന്മാരെ എന്റെ മുമ്പിൽ ദിവസം വരുന്നത്. അപ്പൊ എന്താ ഈ ആന പറഞ്ഞത്, ആനയുടെ ജീവൻ പറഞ്ഞത്? അതൊക്കെ മരിച്ചിട്ട് ജീവന്മാരായിട്ട് വരുന്നതല്ലേ. ശരിയായിട്ട് ജീവനോടുകൂടി ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് നോക്കുക, അപ്പൊ അറിയാം അയാളുടെ പ്രഭാവം എന്താണെന്ന്. ഇത് കേട്ടപ്പോ യമന് സംശയം, എന്നാ പിന്നെ ഒന്ന് പരീക്ഷിക്കണമല്ലോ എന്നാണ്. അപ്പൊ യമഭടന്മാരോട് യമൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ഭൂമിയിൽ ചെന്ന് ജീവനോടുകൂടി ഒരു മനുഷ്യനെ പിടിച്ചുകൊണ്ട് കൊണ്ടുവരണം എന്നാണ്. ഈ കൽപ്പന കിട്ടിയപ്പോ യമഭടന്മാര് ഭൂമിയിൽ അന്വേഷിച്ച് ജീവനോടുകൂടി ഒരാളെ കൊണ്ടുപോകണ്ടേ. അങ്ങനെ പോണ സമയത്ത് അവരുടെ കണ്ണിൽപ്പെട്ടത് ഒരു മഹാത്മാവാണ്. ഒരു മഹാത്മാവ് ഒരു മരത്തിന്റെ ചോട്ടില് ഈ കയറ് കൊണ്ടൊക്കെ കട്ടിലുണ്ടാക്കും പണ്ട് കാലത്തൊക്കെ. ഈ കയറ് ചുറ്റിയിട്ട് ഈ കയറ്റ് കട്ടിലില് ഇങ്ങനെ സുഖമായിട്ട് കിടന്നുറങ്ങുക. അപ്പൊ ഈ യമഭടന്മാരെന്ത് ചെയ്തു, ഈ കട്ടിലോട് കൂടിയിട്ട് അയാളെ അങ്ങ് പൊക്കി നേരെ യമലോകത്തേക്ക്. അപ്പൊ ഇയാൾ ഉണർന്നു ഇങ്ങനെ നോക്കി എണീറ്റിട്ട് നോക്കുമ്പോ 4 തലക്കിലും യമഭടന്മാരുണ്ട്, അവര് പിടിച്ചിരിക്കുകയാണ്. അപ്പൊ ഇയാൾക്ക് കാര്യമൊക്കെ മനസ്സിലായി. ഒരു കൂസലും ഇല്ല, പരിഭ്രമം ലെവലേശം ഇല്ല. എന്നിട്ട് എന്താ ചെയ്തത്, ആ പോക്കറ്റിൽ നിന്ന് ഒരു കടലാസ് കൊടുത്ത് ഒരു പേന എടുത്തു, അതിലെന്തോ കുറിച്ച് ആ കടലാസിനെ പോക്കറ്റിൽ തന്നെ ഇട്ടു, കൊണ്ടാണ്ട് കിടന്നു എന്നാണ്. കിടന്ന് നേരെ യമലോകത്തെത്തി. അദ്ദേഹം വളരെ ചമത്കാരത്തോടെ കഥ പറയുക, എനിക്കിപ്പോ അങ്ങനെ പറയാനൊന്നും കിട്ടുന്നില്ല. യമലോകത്തെത്തി, അവിടെ കൊണ്ട് വെച്ചു കട്ടില്. യമഭടന്മാരതാ ആളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇയാൾ എണീറ്റു. ഇയാൾ എണീറ്റ ഉടനെ യമന്റെ സ്ഥാനത്തിരിക്കുക. വേഗം ഇയാൾ എന്താ ചെയ്ത്, ഈ മഹാത്മാവ് ഈ പോക്കറ്റിൽ നിന്ന് ഈ കടലാസ് എടുത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു. അദ്ദേഹം തന്നെ എഴുതിയതാ. ആ കടലാസ് ഒന്ന് വായിച്ചു നോക്കിയ, കുറിപ്പൊന്ന് വായിച്ചു നോക്കിയ ഉടനെ യമൻ ആ കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ഒന്ന് നമസ്കരിച്ചു അദ്ദേഹത്തെ. എന്നിട്ടോ അവിടെ ചെന്നിരിക്കുക. തന്റെ സ്ഥാനം ഒഴിഞ്ഞു കൊടുത്ത് ആ സ്ഥാനത്ത് ഈ മഹാത്മാവിനെ, യമന്റെ സ്ഥാനത്ത് ഈ മഹാത്മാവിനെ കൊണ്ടിരുത്തി. അടുത്ത് നിൽക്കുന്ന ആളുകളൊക്കെ പരിഭ്രമിച്ചു. എന്താ കാരണം എന്നാണെങ്കിൽ ഈ കടലാസിൽ എഴുതിയിരിക്കുന്നത്, അതായത് യമലോകത്തെ യമൻ അറിയാൻ വിഷ്ണു ഭഗവാൻ എഴുതുന്നത്. ഇയാളെന്നെ എഴുതിയതാ. എന്താ പറഞ്ഞത്, ഇന്ന് മുതൽ ഇയാളാണ് യമന്റെ ചാർജ് വഹിക്കുന്നത്, അതുകൊണ്ട് അങ്ങ് തൽക്കാലം സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കണം, ഇത് എന്റെ കൽപ്പന എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഭഗവാനാണ്. അപ്പൊ ഭഗവാൻ നേരിട്ട് അയച്ച ഒരാളെന്നാണ് ആ സാക്ഷാൽ യമൻ വിചാരിച്ചത്. പേടിച്ച് കുറച്ച് തന്റെ സ്ഥാനമൊക്കെ ഇപ്പൊ ഇയാളാണ് എന്നും പറഞ്ഞ് അയാൾക്ക് അധികാരമൊക്കെ ഒഴിഞ്ഞു കൊടുത്തിട്ട് മാറ്റി. അപ്പൊ ഇനി പിന്നെ ഇപ്പൊ നമ്മുടെ പുതിയ യമനാണ് ഇപ്പൊ യമലോകത്തിലെ കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്ന ആള്. കുറച്ച് കഴിഞ്ഞു, 10 മിനിറ്റ് കഴിഞ്ഞപ്പോ ഒരു പാപിയെ ആ വഴിക്ക് കൊണ്ടുവന്നു. കൊലപാതക കുറ്റമൊക്കെ ചെയ്ത ആളാ. അവ പറഞ്ഞു, ഇയാളെ എന്തിനാ അങ്ങോട്ട് കൊണ്ടുവന്ന്? അത് പറഞ്ഞു, ഇയാൾ ഇങ്ങനെ 2 കൊലപാതകമൊക്കെ നടത്തിയ മഹാപാപിയാണ്. അതെയോ, ഇയാളെ ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന്? ഏത് നരകത്തിലേക്ക്
നരകത്തിലേക്ക് വേണ്ട, ഇത് എന്റെ കൽപ്പനയാണ്, അയച്ചോളൂ നേരെ വൈകുണ്ഠത്തിലേക്ക്. അവരാശ്ചര്യപ്പെട്ടു. പക്ഷെ ചോദ്യം ചെയ്യാൻ നിവൃത്തിയില്ല. പുതിയ ആള്, അദ്ദേഹത്തിന് പല തീരുമാനങ്ങളും എടുക്കാലോ. ഇപ്പൊ ഇവിടെ കേരളത്തിലെ ഗവർണർ എന്തോ ബില്ല് തിരിച്ചയച്ചു എന്നോ എന്തൊക്കെയോ പറഞ്ഞു. അതുപോലെ അവരുടെ അധികാരം വെച്ച് അവർക്ക് എന്തും ചെയ്യാം, ഒന്നും ചോദ്യം ചെയ്യാൻ പാടില്ല. അപ്പൊ അങ്ങനെയുള്ള ആ ഭാവമാണ്. അപ്പൊ അവർക്ക് അനുസരിക്കാണ്ടിരിക്കാൻ വയ്യ, അവര് അയാളെ വൈകുണ്ഠത്തിലേക്ക് അയച്ചു. അടുത്ത വീണ്ടും വരുന്ന ഭാവികള്, ഇയാളെന്താ ചെയ്ത്, ഇയാളെ കള്ളക്കണക്ക് എഴുതി ഇത്ര കോടി റുപ്യ സമ്പാദിച്ച ആളാണ്, അതെയോ, അയാളെ വൈകുണ്ഠത്തിലേക്ക് അയക്കും. എന്തിനാ പറഞ്ഞത്? ഇനി വരുന്ന ആളുകളെ ഒക്കെ വൈകുണ്ഠത്തിലേക്ക് അയക്കുന്നത്. നരകമൊക്കെ പൂട്ടിയിട്ടു, നരകത്തിലൊന്നും ആളില്ല, അപ്പൊ അവിടെ കാവൽക്കാരും കൂടെ വേണ്ട. പോണ വണ്ടികളൊക്കെ ഇപ്പൊ വൈകുണ്ഠത്തിൽ ഇപ്പൊ എന്താ സ്ഥിതി? അവിടെ വരുന്ന ആളുകളെ താമസിപ്പിക്കാൻ സ്ഥലപരിമിതി ഉണ്ടായി എന്നാണ്. അപ്പൊ വിഷ്ണു ഭഗവാൻ പോലും ആശ്ചര്യപ്പെട്ടു. ദേവന്മാരും ഒക്കെ ഇതെന്താ അതിപ്പോ ഇത്ര തിരക്ക് ഇവിടെ വൈകുണ്ഠത്തിൽ? പണ്ട് ഇവിടെ അങ്ങനെ ആരും വരാതെ പതിവില്ല. ഇപ്പൊ നേരെ മറിച്ചാണ്. ഇതെന്താ അത്? പുതിയ വല്ല മഹാത്മാവ് അതായത് ഭൂമിയിൽ അവതരിച്ചു താൻ അറിയാണ്ട്? അപ്പൊ നോക്കുമ്പോ ഒക്കെ യമലോകത്ത് നിന്ന് വരുന്ന വണ്ടികളാണ്. അപ്പൊ യമന്റെ അടുത്തേക്ക് ആളെ അയച്ചു. എന്താ പറ്റിയത്? അല്ല, അപ്പൊ പുതിയൊരു യമൻ ഇവിടെ ചാർജ് എടുത്തിട്ടുണ്ട്, അയാൾ വന്ന ആളുകളെ മുഴുവൻ വൈകുണ്ഠത്തിലേക്ക് അയക്കുന്നത്. ഇത് കേട്ടപ്പോ വിഷ്ണു ഭഗവാനും പരിഭ്രമായി. ഇതെന്താ പുതിയ യമന? താൻ കൊടുത്ത ചുമതല കൊടുത്ത ആളല്ലേ, അപ്പോ എന്നാ ഒന്ന് അന്വേഷിക്കണം എന്നും പറഞ്ഞ് വിഷ്ണു ഭഗവാൻ തന്നെ നേരിട്ട് വന്നു അത്രേ, പരിചരങ്ങളോട് കൂടിയിട്ട്. വന്നപ്പോഴും ഇയാൾ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ആരാ താൻ? ഞാനോ? അങ്ങ് അയച്ച ആള്? ഞാൻ അയക്കേ? അതെ. ഞാൻ അങ്ങനെ ഒരാളെ അയച്ചിട്ടില്ലല്ലോ. അത് ശരി, അത് വെറുതെ പറയണത് ഭഗവാൻ. എന്താ ഈ ഭൂമിയിലേക്ക് ആളുകളെയൊക്കെ അയക്കുന്നതാരാ? ഈശ്വരൻ തന്നെ. അപ്പൊ അങ്ങ് അയച്ചതാണ് എന്നെ. അപ്പൊ അങ്ങ് ഇപ്പോ അയച്ചതായിട്ടുള്ള ഞാൻ ഇവിടെ വന്നിരുന്നു. ഇപ്പൊ ഇവിടെ വന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നു. അങ്ങനെ ഞാൻ അയച്ചിട്ടില്ലല്ലോ. ഭൂമിയിലേക്ക് ഈ ജീവന്മാരെയൊക്കെ അയക്കുന്നത് ഭഗവാനല്ലേ. അപ്പൊ എന്നെ ഭൂമിയിലേക്ക് അയച്ചതും ഭഗവാൻ. അവിടുന്ന് യമന്റെ ഉള്ളില് ഈ ആന പറയണത് കേട്ടപ്പോ ഒരു മനുഷ്യനെ ജീവനോട് കൂടി കൊണ്ടുവരണം, ശരീരത്തോടു കൂടി കൊണ്ടുവരണം എന്ന് തോന്നിപ്പിച്ചതും അവിടുന്ന്. അപ്പോ അവര് വന്ന് എന്നെ പൊക്കിക്കൊണ്ടുവന്ന സമയത്ത് ഇങ്ങനെ ഒരു കുറിപ്പ് എഴുതാൻ തോന്നിച്ചതും അവിടുന്ന്. ഇവിടെ ഇരുത്തി കുറച്ചു കാലം എനിക്ക് ഇവിടുത്തെ ചാർജ് കിട്ടിയപ്പോ എനിക്ക് പരമാവധി ആരെയൊക്കെ വൈകുണ്ഠത്തിലേക്ക് അയക്കാൻ പറ്റുമോ അവരെയൊക്കെ വൈകുണ്ഠത്തിൽ. ഈ പാപികളെ അല്ല ഭഗവാനെ, ഒരാൾക്കൊരു ചാൻസ് കിട്ടിയാല് അവരെയൊക്കെ വൈകുണ്ഠത്തിലേക്ക് തന്നെയല്ലേ അയക്കേണ്ടത്. ഈ നരകത്തിലേക്ക് അയച്ചിട്ട് എന്താ കാര്യം? അപ്പൊ അവരൊക്കെ അവിടെ തന്നെ ഇരിക്കട്ടെ. ഇനിയിപ്പൊ അങ്ങക്ക് വിരോധം തോന്നുകയാണെന്ന് വെച്ചാൽ അവരെയൊക്കെ തിരിച്ചയച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ ആ വൈകുണ്ഠത്തിലേക്ക് അയക്കുള്ളൂ, നരകത്തിലേക്കൊന്നും ആരെ അയക്കില്ല. ഇനിയിപ്പൊ അങ്ങോട്ട് പോയ ആളുകളെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്ന അങ്ങക്കൊരു ചീത്തപ്പേരുണ്ടാവും അല്ലെ? വൈകുണ്ഠത്തിലേക്ക് പോയാൽ പിന്നെ തിരിച്ചു വരുമോ? ഏതൊരു സ്ഥാനത്തെ പ്രാപിച്ചാൽ പിന്നെ തിരിച്ചു വരവില്ലയോ, ആ ലോകമാണ് വൈകുണ്ഠം എന്ന ഗീതയിലൊക്കെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ചിലപ്പോ ഗീതാശ്ലോകമൊക്കെ മാറ്റി എഴുതേണ്ടി വരും, അത്രയേ ഉള്ളൂ. ഇത്രയും കേട്ടപ്പോ ഭഗവാന് കാര്യം മനസ്സിലായി എന്നാണ്. ഇതാണ് മഹാത്മാക്കളുടെ സ്വഭാവം. എന്താ, ഒരു ചാൻസ് കിട്ടിയ അവരെയൊക്കെ എത്ര ദുർജനങ്ങളെയും അവരെ അതായത് നല്ല സ്ഥാനം കൊടുത്ത് അനുഗ്രഹിക്കുക. അപ്പൊ അവരുടെയൊക്കെ ഭാവം ആ ദീനാനുകമ്പ, അവരോട് അനുകമ്പയാണ്. മഹാത്മാക്കൾക്കൊക്കെ കാരുണ്യം മാത്രമാണ് അവരുടെ സ്വഭാവം. അവരൊരാളെ ശിക്ഷിക്കില്ല, എല്ലാവരെയും അനുഗ്രഹിക്കുക മാത്രമാണ്. ആ കാരുണ്യം വർഷിക്കുന്ന കൂട്ടരാണ് മഹാത്മാക്കൾ. അതാണ് നാരദ മഹർഷി യവനനെ ഈ തരത്തിൽ അനുഗ്രഹിക്കുക ചെയ്തത്. അപ്പൊ സംശയം തോന്നണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ കഥ പറഞ്ഞത്. അപ്പൊ ഇവിടെ ആ ഭഗവാൻ തന്റെ കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തു. എന്റെ മുമ്പില് എന്നെ കാണാൻ കൊതിച്ച ആൾക്ക് അവരുടെ ദർശനം തന്ന അവരെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആഗ്രഹിക്കുന്ന വരങ്ങൾ ചോദിച്ചോളൂ. എന്നെ ശരണം പ്രാപിച്ച ജീവൻ പിന്നെ പ്രപഞ്ചത്തിൽ കഷ്ടപ്പെടാൻ പാടില്ല, ദുഃഖം അർഹിക്കുന്നേ ഇല്ല. ഭഗവാന്റെ 10 നാമം ജപിക്കുന്ന ഭക്തന് പോലും പിന്നെ ദുഃഖം ഉണ്ടാവില്ല. ആ നിലയ്ക്ക് പിന്നെ ഭഗവാനെ ആശ്രയിച്ച ആൾക്ക് പിന്നെ എന്ത് ദുഃഖം ഉണ്ടാവാനുള്ളത്? ഇതിങ്ങോട്ട് കേട്ടപ്പോ ഇവിടെ ആ മുജുകുന്ദന് കാര്യം മനസ്സിലായി എന്നാണ്. ഇത്യുക്തസ്ഥം പ്രണമ്യാഹ മുജുകുന്ദോ മുദാന്വിത ജ്ഞാത്വാ നാരായണം ദേവം ഗർഗവാക്യം അനുസ്മരൻ. ഇപ്പോ ആ അതായത് മുജുകുന്ദന് ഗർഗ മഹർഷി പണ്ടൊരു അനുഗ്രഹം കൊടുത്തിട്ടുണ്ട്. അങ്ങക്ക് 28ാമത്തെ ചതുർയുഗത്തില് ദ്വാപര യുഗത്തില്
ഭഗവാൻ ശ്രീനാരായണന്റെ ദർശനം കിട്ടും എന്ന് ഗർഗൻ പണ്ട് പറഞ്ഞു. അത് മുചുകുന്ദൻ ഇപ്പൊ ഓർത്തു എന്നാണ്. അപ്പൊ തന്റെ മുമ്പിൽ നിൽക്കുന്നത് സാക്ഷാൽ നാരായണൻ തന്നെ എന്ന് മുചുകുന്ദന് ബോധ്യം വന്നു. അങ്ങനെ അവിടെ വെച്ച് ഭക്തിയോട് കൂടിയിട്ട് മുചുകുന്ദൻ സ്തുതിക്കുന്ന സ്തുതിയാണ് മുചുകുന്ദ സ്തുതി. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അനുസ്മരിക്കാം. എന്റെ ഗുരുനാഥൻ പറയും പിറന്നാളിനൊക്കെ വായിക്കേണ്ടതാണ് അത്ര ഈ മുചുകുന്ദ സ്തുതി എന്നാണ്. വളരെ ഗംഭീരായിട്ടുള്ള സ്തുതിയാണ്. അപ്പൊ ആ സ്തുതി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അനുസ്മരിക്കാം. ഏതായാലും ഈ സത്സംഗം ഇന്നിവിടെ ഭഗവത് പാതാരവിന്ദങ്ങൾ സമർപ്പിച്ചിവിടെ നിർത്താം. ഇന്നത്തെ യജ്ഞ സമർപ്പണം നടത്തി ഭഗവാന്റെ അനുഗ്രഹം നേടി ധന്യധന്യരായിട്ടുള്ള മഹാത്മാവാണ് വത്സലകുമാരി അശ്വതി നക്ഷത്രം. അവരാണ് ഇന്ന് യജ്ഞ സമർപ്പണം നടത്തി ഭഗവാന്റെ അനുഗ്രഹം നേടിയ ആ ദിവ്യ അല്ലെങ്കിൽ മഹാത്മാവ്. കാരണം അവർക്ക് ഈ തരത്തിൽ സമർപ്പണം ചെയ്യാൻ തോന്നിയതും ഭഗവാന്റെ അനുഗ്രഹം കണ്ട. പൂർവ്വജന്മത്തിൽ ചെയ്ത സുഹൃതത്തിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെയൊരു സൽക്കർമ്മം. കാരണം ഈ മനുഷ്യ ശരീരം നമുക്ക് കിട്ടിയിരിക്കുന്നത് തന്നെ സൽക്കർമ്മത്തിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങളിലൂടെയേ നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കാനും ആ ജീവിതത്തിലെ പ്രാരബ്ധാനുഭവങ്ങളെയൊക്കെ ഇല്ലാണ്ടാക്കാനും ജീവിതത്തിന്റെ ലക്ഷ്യത്തെ അനുഭവിക്കാനും കഴിയുന്നത് ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങളിലൂടെ മാത്രമാണ്. അത് ആ സൽക്കർമ്മം ചെയ്യാൻ തോന്നിച്ചത് അവരുടെ പൂർവ്വജന്മ സുഹൃതം. ഏതായാലും അവർക്ക് അവരുടെ കുടുംബത്തിനും ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം പൂർണ്ണമായിട്ടുണ്ടാവട്ടെ. അനുഗ്രഹം ഉള്ളതിന്റെ തെളിവാണ് ഈ സമർപ്പണം നടത്തണം എന്ന് തോന്നിയത് തന്നെ. അവന് ഉണ്ടാവട്ടെ എന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ലെങ്കിലും നമ്മളൊക്കെ മനസ്സ് ഭഗവാനിൽ ഉറപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അവർക്ക് ഭഗവത് അനുഗ്രഹം വീണ്ടും വീണ്ടും ഉണ്ടാവട്ടെ. ഏതൊരു ആഗ്രഹം മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈ തരത്തിലൊരു സമർപ്പണം ചെയ്ത് ആ ധന്യരായിട്ട് തീർന്നത്. എത്രയോ ആളുകൾ അത് ശ്രമിക്കുന്ന ആളുകൾക്കൊക്കെ ആ ഈശ്വരീയമായിട്ടുള്ള ഭാവത്തെ കുറച്ചു നേരത്തെങ്കിലും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവരുടെ ഈ സമർപ്പണ ബുദ്ധി കൊണ്ടാണ്. അപ്പോ അവരൊക്കെയും മനസ്സിൽ ഭഗവാനെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. അവർക്ക് ആ സമർപ്പണം ചെയ്ത വത്സലകുമാരി അവർക്ക് പൂർണ്ണമായിട്ടുള്ള ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ. എപ്പോഴും ഭഗവത് അനുഗ്രഹം ഉണ്ടാവട്ടെ. ഭാവിയിലും ഈ തരത്തിലുള്ള ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഉള്ള കഴിവും സന്മനസ്സും ഈശ്വരൻ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഈ സത്സംഗത്തെ ഭഗവത് പാതാരവിന്ദങ്ങൾ സമർപ്പിക്കാം. ഇനിയുള്ള ദിവസങ്ങളിലെ സമർപ്പണം ഓരോ ഭക്തന്മാരും അവരവരുടെ കഴിവനുസരിച്ച് മുന്നോട്ട് വന്ന് അതിനെ നടത്തി ഭഗവാന്റെ അനുഗ്രഹം സമ്പാദിക്കാനുള്ള ഒരു ദിവ്യമായിട്ടുള്ള സാഹചര്യം ശ്രീ ഗുരുവായൂരപ്പൻ തന്നെ ഒരുക്കി തന്നതാണ്. അപ്പൊ അത് കഴിയണതും എല്ലാവരും ആ സമർപ്പണത്തിൽ പങ്കുചേരുക. ഭഗവത് അനുഗ്രഹം അതുവഴി നമുക്ക് സിദ്ധിക്കാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഏതായാലും നമുക്ക് ഇന്ന് ഇവിടെ നിർത്താം. കായേന വാച മനസ്സേന്ദ്രിയർവ ബുദ്ധ്യാത്മന വാ പ്രകൃതയ സ്വഭാവാൻ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.